ചൂസ് ദ ഓഡിയൻസിന് ഇഷ്ടമുള്ള രീതിയിൽ കോണ്ടന്റ് ട്വീക്ക് ചെയ്യുമ്പോഴാണ് ഒബ്വിയസ്ലി എനിക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്. അതായത് ഏതൊരാളും ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ലൈഫിൽ ആദ്യം ഒരു എക്സാമ്പിൾ വെക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അവർ ആ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. വാഴ മൂവിയൊക്കെ ഇറങ്ങിയപ്പോഴായിരുന്നു കൂടുതലും ബോയ്സിന്റെ ഇമോഷൻസ് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതർവൈസ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗേൾസിന്റെ ഇമോഷൻസ് ആയിരുന്നു കൂടുതലും ഫിലിംസിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് പേഴ്സണൽ ആയിട്ടാരെങ്കിലും മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഡിയൻസിനെ മനസ്സിലാക്കി റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു സാധനം ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് റീൽ ചെയ്തപ്പോഴും എന്റെ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ആദ്യമായിട്ട് ആൾക്കാരിൽ എത്തണം. ആക്ച്വലി പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ബാഷ് എന്നുള്ള ബ്രാൻഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പെർഫ്യൂംസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെർഫ്യൂംസ് ഓൺലൈൻ വഴി നമുക്ക് എന്തായാലും മണക്കാൻ പറ്റില്ല, അപ്പോൾ സെയിൽ ചെയ്യാൻ അത്യാവശ്യം പാടാണ്. അപ്പോൾ റിലേറ്റബിൾ കോണ്ടന്റ്സ് ഉണ്ടാക്കി അതിന്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആൾക്കാരുടെ മൈൻഡിലേക്ക് ആ പെർഫ്യൂം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കയറ്റിയിട്ട് സെയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ പോസ്റ്റുകളിലപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ആവശ്യം അത് കൊടുക്കുക, അവരിൽ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക. പക്ഷെ ഒരു പോയിന്റ് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ വൈറലാണെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഇനീഷ്യൽ സെയിൽ കൊണ്ടുവരാൻ വേണ്ടി നല്ല ക്രിയേറ്റീവും കൊടുക്കും, മാത്രമല്ല പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് നമുക്ക് കസ്റ്റമർ റിട്ടൻഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ടോക്സിക് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 2-3 വീഡിയോ കഴിഞ്ഞപ്പോൾ എന്നെ കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കൂടുതലും വുമൺ ഓഡിയൻസ് ആയിരുന്നു. അവർ വന്നിരുന്ന അവര് എന്നെ എത്രത്തോളം വലിച്ചു കീറുന്ന രീതിയിൽ കുറെ സംസാരിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ ടോക്സിക് ആയിട്ടാണ് നിനക്ക് തോന്നുന്നത്, നിനക്ക് നാളെ ഒരു ലൈഫിലൂടെ പാർട്ട്ണർ കടന്നു പോകുന്നത് നിനക്ക് അങ്ങനെ വരത്തില്ല. ഏറ്റവും കൂടുതൽ ഒറ്റ കമന്റ് പറയണമെന്ന് വെച്ചാൽ നിനക്ക് പെണ്ണ് കിട്ടൂലെന്നാണ്. Welcome to CC's Uncut. This is me Kartika from Click Craft Space. Two people, same internet, same platform, but different niches. So let's welcome our guest Rohil, the content creator, and Ashish, the founder of Bash India. So നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. അതായത് ഒത്തിരി കോമ്പറ്റീഷൻസ്, ചാലഞ്ചസ് ഡെയിലി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ചാലഞ്ചസ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എങ്ങനെയാണ് അത് ശ്രമിക്കുന്നത്? ബേസിക്കലി ചാലഞ്ച് എന്ന് പറയുമ്പം ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഐ വാസ് ഫേസിങ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ്. എസ്പെഷ്യലി ദ തിങ് ഈസ് ദാറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു ഈവൻ എഡിറ്റ് എ വീഡിയോ, ഐ ഡോണ്ട് നോ ഹൗ ടു ഷൂട്ട് എ വീഡിയോ. ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചാലഞ്ച് ഐ വാസ് ഫേസിങ് ഇൻ മൈ ലൈഫ്. അപ്പോൾ അതിൽ ആദ്യമായിട്ടൊരു ക്യാമറ സ്റ്റാൻഡ് ചെയ്ത് ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ. അതിൽ നിന്ന് പിന്നെ ഫോർ എക്സാമ്പിൾ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ഒരു വീഡിയോ ഇപ്പോൾ ആംഗിൾ ഷൂട്ട് ചെയ്യണം വേണ്ടി പഠിക്കുക. ഇതെല്ലാം ഞാൻ ബേസിക്കലി എൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്നൊരു ഡിസിപ്ലിൻ ഞാൻ പഠിച്ചതാണ്. അതായത് ഏതൊരാളും ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ആഗ്രഹിക്കുമ്പം അവർക്ക് ലൈഫിൽ ആദ്യം ഒരു എക്സാമ്പിൾ വയ്ക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അവർ ആ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ആദ്യം പഠിച്ചതെന്ന് പറയുന്നത് എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് പഠിച്ചും അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചും ഒക്കെ തന്നെയാണ് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഐ തിങ്ക് ഒരു 2 years ബാക്കാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഷോക്കേസ് വെക്കുമ്പം അതിൽ ക്യാമറ എനിക്ക് ഓണാക്കി. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടുകാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പക്ഷേ ഞാൻ അവന് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ആദ്യം എഡിറ്റ് ചെയ്ത് അവന് പറ്റൂല. അവൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ലടാ, പിന്നെ വാ. അങ്ങനെ എൻ്റെ വീഡിയോ ഒരു വീക്കോളം ഒരു വീഡിയോ അവൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ യൂട്യൂബ് എടുത്ത് ഞാൻ പഠിക്കേണ്ട എഡിറ്റിങ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ അത് ഒരു പക്ഷേ അവരില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് നീഡ് എനിവൺ ഹെൽപ്പ്. എനിക്കിന്ന് ഹെൽപ്പ് ആൾക്കാരുണ്ട്, ബട്ട് ഈവൻ ഇഫ് ദർ വാസ് എ ജേർണി ഐ വാസ് ജസ്റ്റ് കമ്മിങ് ത്രൂ. അപ്പോൾ അതിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എനിക്ക് ആ ഒരു ചാലഞ്ചേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഡോണ്ട് ഡിപ്പെൻഡ് എനിവൺ. ആ ഡിപ്പെൻഡൻസി മാറ്റിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ച്. കമ്മിങ് ടു ആശിഷിൻ്റെ ഗ്രോത്ത് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ കണ്ട ഒരാളായിരുന്നു. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? കോളേജിൽ സ്റ്റഡീസിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം അതൊരു അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് പാടുണ്ടായിരുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. ആദ്യമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെയിൽ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ട് ഉള്ള കാര്യമായിരുന്നു. മാത്രമല്ല ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രൈസ്
കോൺഷ്യസ് ആണെന്ന് വിചാരിച്ചു കസ്റ്റമേഴ്സൊക്കെ. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിന് മാക്സിമം പ്രൈസ് കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു. പക്ഷേ ശരിക്കും സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോസ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്, പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാർക്കറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാൻ നോക്കി. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വാല്യൂ കോൺഷ്യസ് കസ്റ്റമേഴ്സാണ് ഇന്ത്യയിലുള്ളത്. നമ്മൾ മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആർ റെഡി ടു ഗീവ് ദ പ്രൈസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അത് ഹൈലൈറ്റ് ചെയ്ത് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽസ് വന്നു തുടങ്ങി. നമ്മളിപ്പോൾ മെയിനായിട്ട് ഡിസ്കൗണ്ട്സ് അല്ല ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ട് പ്രൈസിൽ ചേഞ്ചസ് ഒന്നും വരുത്താതെ വാല്യൂ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നു തുടങ്ങി. സോ രോഹിൽ, ഒരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അത് എങ്ങനെ പോസ്റ്റ് ചെയ്യണം, എന്ത് പോസ്റ്റ് ചെയ്യണം എന്ന് ഉള്ളൊരു ഡിസിഷൻ ഫാക്ടർ എന്താണ്? ബേസിക്കലി ഒരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്യണതിനപ്പുറത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അറൗണ്ട് ഒരു 357 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ 12ാമത്തെ വീഡിയോ ആണ് അതിൽ 1 മില്യൺ ആണ്. ഒരിക്കലും ഒരു വീഡിയോ ഞാൻ എടുത്തത് ഇത് ഇന്ന് 1 മില്യൺ ആവുമെന്നോ അല്ലെങ്കിൽ ഇന്നത് പോസ്റ്റ് ചെയ്യണമെന്നോ ഞാൻ ഡിസിഷൻ ഫാക്ടർ അതിനകത്ത് ഇല്ലെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. അതായത് ഇത്രയും വീഡിയോ ഷൂട്ട് ചെയ്യപ്പോഴും ഞാൻ ഒരിക്കലും ഈ വീഡിയോ ഇന്ന ആൾ കാണുമോ, ഇത്ര മില്യൺ ആവും, ഇത്ര ആൾക്കാരാണോ എന്ന് ഒരിക്കലും ഇല്ല. എസ്പെഷ്യലി നമ്മളൊരു കോണ്ടന്റ് ചൂസ് ചെയ്യുകയാണ്. ആ കോണ്ടന്റ് ചിലപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ആവാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഓൺ കോണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു ആളെക്കുറിച്ച് ഒപ്പീനിയൻ പറയണമായിരിക്കും. ഇതിലെല്ലാം ഡിസൈഡിങ് ഫാക്ടർ പോസ്റ്റ് ചെയ്യണതിലപ്പുറത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ റോ കോണ്ടന്റ് ആയിരിക്കും വർക്ക് ചെയ്യണം കൂടുതൽ. അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറേ എഡിറ്റ് ചെയ്തിട്ടോ ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ ഇട്ടാൽ പോലും അങ്ങനെയൊന്നും ആരും കാണാറില്ല. ആ റോ കോണ്ടന്റാണ് ആൾക്കാർ കണക്ട് ചെയ്യണം. ഓഡിയൻസിനെ മനസ്സിലാക്കി റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു സാധനം ഞാൻ പോസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് റീൽ ചെയ്തപ്പോഴും എൻ്റെ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ആദ്യമായിട്ട് ആൾക്കാരിൽ എത്തണം. അതുപോലും ഡ്രാഫ്റ്റിൽ എവിടെയോ കിടന്നൊരു വീഡിയോ എനിക്ക് അന്ന് പോസ്റ്റ് ചെയ്യാൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ മുമ്പ് ഡ്രാഫ്റ്റിൽ കിടന്നൊരു വീഡിയോ എടുത്തിരുന്ന ആ വീഡിയോ ഞാൻ ഇട്ട് ഒരു 2 ഡേയ്സിനുള്ളിൽ ആ 8 lakh വ്യൂസ് വന്നു. അന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഓക്കെ ആ ഒരു പർട്ടിക്കുലർ നീഷിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എനിക്കൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ ഏത് ബ്രാൻഡ് അവർക്ക് ഓഡിയൻസിന് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ഞാൻ കൊടുക്കേണ്ടത്. അല്ല ഇപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് ഐ ഹാവ് ടു ചൂസ് ദ ഓഡിയൻസിന് ഇഷ്ടമുള്ള രീതിയിൽ കോണ്ടന്റ് ട്വീക്ക് ചെയ്യുമ്പോഴാണ് ഒബ്വിയസ്ലി എനിക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉള്ളൂ. അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതാണ് ആൾക്കാർ 1000-2000 പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സ് ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ ഓഡിയൻസിനെ മനസ്സിലാക്കി ഓർഗാനിക്കലി ബിൽഡ് ചെയ്യാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് പോസ്റ്റ് ചെയ്യണതിലപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ആവശ്യം അത് കൊടുക്കുക, പ്ലസ് അവരിലൊരു പാറ്റേൺ കണ്ടുപിടിക്കുക. ഏതൊരു വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാറ്റേൺ ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 10 വീഡിയോ ചെയ്യുമ്പോൾ 11ാമത്തെ വീഡിയോ ആൾക്കാർ കാണുന്നത് ഇത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു മനസ്സിലാക്കുക, റീസർച്ച് ചെയ്തിട്ട്. കാരണം ഈ ഇൻസൈറ്റ്സും ഡാഷ്ബോർഡും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുള്ളതാണ്. നമ്മൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഈ കോണ്ടന്റ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പിന്നെ ടോക്സിസിറ്റി ഒക്കെ കുറച്ചും കൂടെ റിയലായിട്ട് കുറച്ചും കൂടെ അഭിനയിക്കാൻ പറ്റും, ആൾക്കാരിൽ എത്തിപ്പെടാൻ പറ്റും. പിന്നെ എൻ്റെ പാഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നു. പർട്ടിക്കുലർ ഡിസിഷൻ ഫാക്ടർ എനിക്കില്ല. സംഭവം സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കി വെക്കുക, അവിടെ നിന്ന് അങ്ങ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ഒരു 3 മിനിറ്റ് വരെ എനിക്ക് തോന്നുന്നു റീല് നോൺ ഫോളോവേഴ്സിൽ ഇൻസ്റ്റാഗ്രാം കാണിക്കത്തുള്ളൂ, നോൺ ഫോളോവേഴ്സിൽ കാണിക്കത്തില്ല ഈ പറഞ്ഞ 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും. അപ്പം അതിന് താഴെ വീഡിയോ ഷൂട്ട് ചെയ്യുക, പിന്നെ ബാക്കി കംപ്ലീറ്റ് ആൽഗോരിതമാണ്. പിന്നെ ആൾക്കാർ പറയുമ്പോൾ ടൈമോ ഒരു രാവിലെ 5 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക്, പിന്നെ വൈകിട്ട് 4 മണിക്ക്, അങ്ങനെയൊന്നുമില്ല. കോണ്ടന്റ് എന്താണോ ഇഷ്ടപ്പെട്ടാൽ അത് പോകും, ഇല്ലെങ്കിൽ ഇത് ഡൂ ദ നെക്സ്റ്റ് വീഡിയോ എന്നുള്ളതായിരിക്കും എൻ്റെ ഡിസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ആശിഷിനെ സംബന്ധിച്ചപ്പം ഇതുപോലെ ഡിസിഷൻ ഫാക്ടർ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ്സിലും അപ്പം ആ ഒരു കണ്ടന്റ് കഴിഞ്ഞും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റാണ് ഒരു ബിസിനസ് ബേസ് ചെയ്ത് വരുമ്പോൾ വരുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു ഡിസിഷൻ ഫാക്ടർ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റ്സിനും കൊണ്ടുവരാറുണ്ടോ? ആക്ച്വലി പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ബാഷ് എന്നുള്ള ബ്രാൻഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പെർഫ്യൂംസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെർഫ്യൂംസ് ഓൺലൈൻ വഴി നമുക്ക് എന്തായാലും മണക്കാൻ പറ്റില്ല, അപ്പോൾ സെയിൽ ചെയ്യാൻ അത്യാവശ്യം പാടാണ്. അപ്പോൾ റിലേറ്റബിൾ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കി അതിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആൾക്കാരുടെ മൈൻഡിലേക്ക് ആ പെർഫ്യൂം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കയറ്റിയിട്ട് സെയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ ഇത്. മാക്സിമം നന്നായിട്ട് നോക്കി നല്ല സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ആണ് വീഡിയോസ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ പെർഫ്യൂംസ് നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ലൈക്ക് കസ്റ്റമേഴ്സ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു ചലഞ്ചല്ലേ, ഒരു ചലഞ്ചായിട്ടത് ലൈക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഈ ബിസിനസ്സിനെ? ആക്ച്വലി ഇതൊരു ചലഞ്ചായിട്ട് ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ഇന്ത്യൻ ഇ കൊമേഴ്സ് മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ സ്മെല്ലില്ലെങ്കിലും നല്ലൊരു ക്രിയേറ്റീവ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ സെയിൽ നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കസ്റ്റമർ റിട്ടൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അത്ര നന്നായിരിക്കണം. ബട്ട് ഇനീഷ്യൽ സെയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിയേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും.
നമ്മൾ ഇനീഷ്യൽ സെയിൽ കൊണ്ടുവരാൻ വേണ്ടി നല്ല ക്രിയേറ്റീവും കൊടുക്കും. മാത്രമല്ല പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് നമുക്ക് കസ്റ്റമർ റിട്ടൻഷനുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് സെയിൽസ് വരുന്നുണ്ട്. അതിൽ കൂടുതൽ സെയിൽസ് നമുക്ക് കസ്റ്റമേഴ്സ് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി മെയിനായിട്ട് വെക്കുക, നല്ല ക്രിയേറ്റീവും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇ കൊമേഴ്സിൽ പെർഫ്യൂം സെയിൽ ചെയ്യാൻ വലിയ പാടുള്ള കാര്യമല്ല. നമ്മൾ കറൻ്റ് വി ഡോണ്ട് ഹാവ് എനി ഓഫ്ലൈൻ സ്റ്റോർസ്. നമ്മൾ കംപ്ലീറ്റ്ലി ഇ കൊമേഴ്സാണ് ചെയ്യുന്നത്. ബട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇ കൊമേഴ്സിൽ പെർഫ്യൂംസ്. ഓക്കെ. ഇപ്പോൾ രോഹിലിൻ്റെ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞു, ടോക്സിക് ആയിട്ടുള്ള കാര്യം. ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഈവൻ ഇഫ് ഞാൻ കണ്ടപ്പോൾ പോലും എനിക്ക് ശരിക്കും ഇയാളുടെ അടുത്ത് ശരിക്കും ദേഷ്യമാണ് വന്നത്. ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ നമുക്ക് ഓരോരുത്തർക്ക് ആ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട്. ആ വീഡിയോയ്ക്കുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ലൈക്ക് ആൾക്കാർ റിയാക്ഷൻ പുറത്ത് പോകുമ്പം എങ്ങനെയായിരുന്നു ഒരു റിയാക്ഷൻ വന്നുകൊണ്ടിരുന്നത്? ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ടോക്സിസിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ ഐ ഹാവ് ഷൂട്ട് ഓൾമോസ്റ്റ് 22 വീഡിയോസ്. 22 വീഡിയോ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. 22 വീഡിയോയിൽ എനിക്കൊന്നും ഡയലോഗില്ല. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് രാവിലെ 8:30 ഇറങ്ങുമ്പോഴത്തേക്ക് 8:30 ഞാൻ സ്റ്റാൻഡ് ചെയ്യണ ക്യാമറയാണ്. ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോഴും ഞാൻ ഓരോ സാധനങ്ങൾ മുഖത്തിടുമ്പോഴും അപ്പോഴെനിക്ക് ആ 2 മിനിറ്റ്സ് എന്ത് തോന്നണോ അതാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ പുട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ ഒരു വീഡിയോ ഇത്രയും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ സ്ക്രിപ്റ്റഡ് അല്ല. എനിക്ക് ആസ് എ പേഴ്സൺ എന്ത് പറയാൻ പറ്റും. പിന്നെ ഞാനും ആലോചിച്ചൊരു ഡയലോഗ് ഞാൻ ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ നീ ഓൾറെഡി ഇങ്ങനെയാണെന്ന്, അതുകൊണ്ടാണ് നിനക്കിങ്ങനെ പറഞ്ഞത്. എനിക്കത് അറിയത്തില്ല, അത് നമുക്കറിയത്തില്ല, ഇൻബിൽഡ് പറഞ്ഞായിരിക്കും. പക്ഷേ ഞാൻ ടോക്സിക് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഓബിയസ് 2-3 വീഡിയോ കഴിഞ്ഞപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കൂടുതലും വുമൺ ഓഡിയൻസ് ആയിരുന്നു. അവർ വന്നിരുന്ന അവർ എന്നെ അത്രത്തോളം നമ്മളെ വലിച്ചു കീറുന്ന രീതിയിൽ കുറേ സംസാരിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ ടോക്സിക് ആയിട്ടാണ് നിനക്ക് തോന്നണത്, നിനക്ക് നാളെ ഒരു ലൈഫിലൂടെ പാർട്ട്ണർ കടന്നു പോകുന്നത് നിനക്ക് അങ്ങനെ വരത്തില്ല. ഏറ്റവും കൂടുതൽ ഒറ്റ കമൻറ്റ് പറയണമെന്ന് വെച്ചാൽ നിനക്ക് പെണ്ണ് കിട്ടൂലെന്നാണ്. ഞാനതാണ് ഏറ്റവും കേട്ടിട്ടുള്ളത്, നിനക്കൊരിക്കലും പെണ്ണ് കിട്ടൂലെന്ന്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് പലരും എന്നെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മളെ ഓരോ സെലിബ്രിറ്റീസ് ഒക്കെ ഇൻഫ്ലുവൻസ് പോകുമ്പോൾ ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് ആഹാ ഈ വീഡിയോ കൊള്ളാമെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് തിരിച്ചായിരുന്നു. ഞാനിങ്ങനെ ഫുഡ് കഴിക്കാൻ ആദ്യം അറേബ്യൻ പാലസിൽ ഞാൻ കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഒരു കുട്ടി വന്നിട്ട് പുള്ളിക്കാരി ഞാൻ കൈ വീണെന്ന് പുള്ളിക്കാരുടെ പറഞ്ഞു നിനക്ക് പെണ്ണ് കിട്ടൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി ഐ വാസ് ആസ്കിങ് ഹർ എന്താ എൻ്റെ അടുത്താണോന്ന് ചോദിച്ചു. തന്നോട് തനിക്ക് ഒരിക്കലും പെണ്ണ് കിട്ടൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞടാ അങ്ങനെയില്ല, റിയൽ ലൈഫ് ചെയ്യുമ്പോൾ കൂളാണ്, വീഡിയോ ചെയ്യണം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാർ സംസാരിച്ച് അങ്ങനെ 1-2 ഞാൻ ഇപ്പോൾ ലുലു അവിടെ ഇവിടെയൊക്കെ പോകുമ്പം എല്ലാവരും എന്നെ കാണും. അപ്പം ഒരു കുട്ടി എൻ്റെ അടുത്ത് അവളുടെ ഫോൺ എടുത്ത് കാണിച്ചു തന്നെ അവൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരു വർക്കിന് എന്നെ വിളിച്ചു. അപ്പം ടോക്സിക് ചേട്ടായി എന്നാണ് എൻ്റെ പേര് അവൾ സേവ് ചെയ്തത്. അപ്പോൾ ഒബ്വിയസ്ലി ടോക്സിസിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഞാനത് വാല്യൂ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് ഒരു പക്ഷേ എനിക്ക് ഇൻസ്പിറേഷൻ പറഞ്ഞത് എനിക്ക് ഒരു ദിവസം വരുമായിട്ട് 3 to 4 കോൾസ് വരാറുണ്ട്. ത്രൂ ഇൻസ്റ്റാഗ്രാം എന്നെ പല ആൾക്കാരെ വിളിക്കാറുണ്ട്, കൂടുതൽ വുമൺ ആയിരിക്കും. അപ്പോൾ അവർ വിളിച്ചിട്ട് ദേ ആർ ജസ്റ്റ് പോർട്രേയിങ്, അതായത് ഞാൻ എന്താണോ കാണിക്കുന്നത് ദേ ആർ ഇൻ റിയൽ ലൈഫ്. എൻ്റെ പല കോണ്ടന്റും ഇൻസ്പിറേഷൻ ആണെങ്കിൽ പോലും ഐ എം ടേക്കിംഗ് സം ഓഫ് ദി തിങ്സ് ഫ്രം ദെയർ ലൈഫ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബെൽറ്റ് വെച്ച് ഒരാൾ ഇപ്പോൾ പെൺകുട്ടി അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സോ ലിറ്ററലി ഇറ്റ്സ് എ ലൈഫ് ഓഫ് എ ഗേൾ. അപ്പോൾ അവളുടെ ലൈഫിൽ ഫേസ് സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളിപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആസ് എ ബോയ് ഇപ്പം എനിക്കത് ഒബ്വിയസ്ലി എനിക്കറിയാം നെഗറ്റീവ് ക്യാരക്ടറാണ് ഞാൻ പുട്ട് ഔട്ട് ചെയ്യണമെന്ന്. ആസ് എ പേഴ്സൺ മാൻ ആയതുകൊണ്ടും ഞാനെന്ന് പറയുന്നത് ഡോമിനേറ്റ്, എനിക്ക് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന സംഭവമുണ്ട് എൻ്റെ സൊസൈറ്റിയിൽ മാൻ എന്ന ഡോമിനേറ്റിംഗ് ഫാക്ടർ എന്നാണ്. അത് എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ മാൻ ഇസ് ഡോമിനേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ അത് ഒരു വുമൺ ഇന്നും ഫേസ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യണം. എങ്കിൽ പോലും എനിക്കിത് കാണിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയ ഞാൻ ചൂസ് ചെയ്തിട്ട് ഇന്ന് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ മൈൻഡിൽ ടോക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ മാരേജിൽ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ പോയിൻ്റേ ഉള്ളൂ. അതായത് നാളെ നിങ്ങളുടെ ലൈഫിൽ ആൾ വരുമ്പോൾ അയാൾ ഇങ്ങനെ ആണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റഡ് ആവാതെ ലൈഫ് മൂവ് ഓൺ ചെയ്യുക. ഒറ്റ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ വീഡിയോസ് ചെയ്തത്. പിന്നെ ഇന്നും അത് ചെയ്തതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകത ഒന്നുമില്ല. വെളിയിറങ്ങും ഇപ്പോഴും ആൾക്കാർ അങ്ങനെ കാണണം, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ല ഒബ്വിയസ്ലി ഇപ്പം ഒരാളുടെ കോണ്ടന്റ് ഇഷ്ടമല്ലെങ്കിൽ ഒബ്വിയസ്ലി ഒരാൾക്ക് റീച്ച് ഔട്ട് ആവില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അത് ചെയ്തപ്പോൾ ആൾക്കാർ റീച്ച് ഔട്ട് ആണെങ്കിൽ ആ പാറ്റേൺ ആൾക്കാർ ഇഷ്ടപ്പെടണം. ബട്ട് ഞാൻ മിക്സഡായിട്ട് കോണ്ടന്റ് ചെയ്യാറുണ്ട്, കോമഡി ചെയ്യാറുണ്ട്, എൻ്റർടൈൻ ചെയ്യാറുണ്ട്, എല്ലാ രീതിയിലും പാഷനായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. കമ്മിങ് ടു ആശിഷ്, അപ്പം ഇത്രയും സെയിൽ നന്നായിട്ട് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഇല്ലേ? ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലൈക്ക് ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പോൾ നമുക്ക് പെർഫ്യൂംസ് ഇനീഷ്യൽ സെയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിട്ടാൻ എളുപ്പമാണ്. പെർഫ്യൂം എന്നല്ല ഏത് പ്രൊഡക്റ്റും ഫസ്റ്റ് ഒരു സെയിൽ കൊണ്ടുവരാൻ എളുപ്പമാണ്. ബട്ട് രണ്ടാമത് കസ്റ്റമർ റിട്ടൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റ് നന്നായിരിക്കണം. നമ്മുടെ പെർഫ്യൂംസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കുള്ള പെർഫ്യൂംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ അടിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സിന്, അവരുടെ റിലേറ്റീവ്സിന്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ
കൊടുക്കും, അവർ ഇന്ന് റെസ്പോണ്ട് ചെയ്യും. നമുക്കങ്ങനെ വാട്സപ്പ് വഴി റിവ്യൂസ് ഇടും. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസസ് കിട്ടുന്നുണ്ട്. അതുവഴി വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പം ആക്ച്വലി ആൾക്കാർ കൂടുതൽ വൈറാലിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമുക്ക് തന്നെ കാണാം. ഒരു കണ്ടന്റ് ഇല്ലാത്ത കുറേ അധികം വീഡിയോസ് ഉണ്ട്. ലൈക്ക് എന്തിനോ വേണ്ടിയിട്ട് കുറേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണോ ലൈക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതാണോ ഒരു കോണ്ടന്റ് ആണോ? ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഇത് മാറി എന്തൊക്കെയോ വീഡിയോ ഇട്ട് ആൾക്കാരിലേക്ക് എത്തുന്നു, റീച്ച് ഔട്ട് ചെയ്യുന്നു, ലൈക്ക് പബ്ലിക്കിലേക്ക് മെസ്സേജസ് അല്ല ആക്ച്വലി കുറേ ആൾക്കാർ ഇപ്പോൾ കൊടുക്കുന്നത്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറേ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. അതായത് ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നാളെ വ്യൂവർഷിപ്പുള്ള അക്കൗണ്ട് ആണെങ്കിൽ 10 പേര് വിശ്വസിക്കും. കാരണം എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടും ഞാൻ പറയുന്ന കോണ്ടന്റ് ആൾക്കാർ കണക്ട് ആവുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉണ്ട്. ഒബ്വിയസ്ലി എന്നെ സംബന്ധിച്ച ഒപ്പീനിയൻ എനിക്ക് പറയുകയാണെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി. അതായത് ആരോ ചെയ്തൊരു കോണ്ടന്റ് എടുത്ത് താഴെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇവ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പം ഒബ്വിയസ്ലി എനിക്കും അത് പറ്റും. പക്ഷെ അത് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വ്യൂവർഷിപ്പ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർ ചോദിക്കാൻ അവർ ഞാൻ ചെയ്യുന്നതാണ്, സോ അത് അവരുടെ വില്ലാണ്, അവർക്ക് ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ച് റിയാക്ഷൻ ബ്ലോഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ഒപ്പീനിയൻ എടുത്ത് റിയാക്ട് ചെയ്യണം, ഓക്കെ സംസാരിക്കും. ആരോ ചെയ്തൊരു സാധനം എടുത്ത് മുകളിൽ വെച്ചിട്ട് താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ആക്ഷൻസ് ആണെങ്കിൽ ആൾക്കാരുണ്ട്. അതിൽ ഒബ്വിയസ്ലി ഞാനൊരിക്കലും ഞാൻ അഗെയിൻസ്റ്റാണ്, ഞാൻ സമ്മതിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ്ലി ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കുഴിക്കും. സ്പൂൺ എടുത്ത് കുഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു വട്ടം എന്നെ ഫോളോ ചെയ്ത് ഒരു വട്ടം ഇങ്ങനെ കുഴിക്കും. അങ്ങനെ 100 വട്ടം കുഴിക്കും. പിന്നെ വോളിൽ ഇങ്ങനെ ചുമ്മാ ഫോർക്ക് വെച്ചിട്ട് റബ്ബ് ചെയ്യും. ഇതെല്ലാം ആൾക്കാരാണ്. നമ്മൾ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 142K ഫോളോവേഴ്സ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കോണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേ ബേസിക്കലി ഇപ്പോൾ സോഷ്യൽ മീഡിയ പലരും പല രീതി ഉപയോഗിക്കുന്നുണ്ട്. വൈറാലിറ്റി ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ വൈറാലിറ്റി ഞാൻ ഡിഫൈൻഡ് അല്ല. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ചില വീഡിയോസിനൊക്കെ പക്ഷേ എനിക്ക് വ്യൂവർഷിപ്പ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു പോയിന്റ് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ വൈറലാണെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എപ്പോൾ വൈറാലിറ്റി ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ, ട്രെൻഡ് മനസ്സിലാക്കി ഓഡിയൻസിനെ മനസ്സിലാക്കി റീസർച്ച് ചെയ്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഒബ്വിയസ്ലി വൈറാലിറ്റി എന്നുള്ളൂ. അത് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിരുന്നാലും ഒരു ബിസിനസ് ചെയ്യാനായിരുന്നാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സംഭവം നീഷ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 5 അക്കൗണ്ട് ഉണ്ട്. 5 അക്കൗണ്ടിന് 5 നീഷാണ്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അവിടുത്തെ ഡെയിലി ബ്ലോഗ് ചെയ്യുമ്പോൾ ഡെയിലി ബ്ലോഗ് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു നീഷാണ്. നാളെ ഞാൻ ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിലെ സാധനം ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്പോൺസർഷിപ്പ് വരുന്നു, അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ നീഷാണ്. അത് ജോഹുൽ ക്ലിക്സ് എന്നൊരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ എൻ്റർടൈനർ ആയിട്ട് വന്നും ടോക്സിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരിൽ അതെൻ്റെ വേറൊരു അക്കൗണ്ട്. ഞാൻ എപ്പോഴും പഠിച്ച ഡോക്യുമെൻ്റ് ചെയ്യാം. ഞാൻ നാളെ ബിസിനസ് ചെയ്താലും ബ്രാൻഡ് ചെയ്താലും എന്ത് ചെയ്താലും, ഈവൻ ഇഫ് ഐ എം സ്റ്റാർട്ടിങ് ഇപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് ആശു പറഞ്ഞ പോലെ ഒരു പെർഫ്യൂം ബ്രാൻഡ് ആയിരുന്നാലും ഒരു ഏജൻസി എന്തായിരുന്നാലും ദ ഡേ 1 വെൻ ഐ ഡോക്യുമെന്റ് തിങ്സ് അന്നായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാകണോ സംതിങ് ഈസ് കമ്മിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഫോ പാർക്കിലാണെങ്കിൽ ഒരു ചായക്കട ആദ്യമായിട്ട് വന്നപ്പം ആ പേര് ഞാൻ മറന്നു. ഞാൻ ചായക്കട വന്നപ്പം ആ പുള്ളി അവൻ ഷട്ടർ തുറക്കണോ ഡേ 1 ഇടുവാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ ഷട്ടർ തുറന്ന് അവിടെ നിന്ന് പറയുകയാണ് ഞാൻ എന്തോ ചെയ്യാൻ പോകണം. ദ ഡേ 2 ഈസ് ഡൂയിങ് സംതിങ് എൽസ്. ദ ഡേ 3 ഈസ് ജസ്റ്റ് പ്ലാനിങ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ ഡേ 50 ആയപ്പോഴത്തേക്കും കട ഇട്ടപ്പം അവൻ ആരെയും വിളിക്കണ്ട. കാരണം ഓൾറെഡി ഫോളോവേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്. ഹി ഈസ് ഗെറ്റിംഗ് ദാറ്റ് മച്ച് ഓഫ് സെയിൽസ് ആൻഡ് ബിസിനസ് ഫ്രം ദർ. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായത് യു ഹാവ് ടു ഡോക്യുമെന്റ് എവറിത്തിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ വൈറാലിറ്റി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ട്രെൻഡ്. ഞാൻ ഒരിക്കലും ട്രെൻഡ് വിശ്വസിക്കുന്ന ആളല്ല. ഇപ്പോൾ നാളെ മറ്റേ എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുത്ത് വെച്ച് ഇന്ന ട്രെൻഡിന് പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു അതോറിറ്റി ഇല്ല. പകരം ഞാൻ ബിൽഡ് ചെയ്യണ ഒരു ഫണലുണ്ട്. ഈ ഫണലിൻ്റെ അകത്ത് നിന്ന് ഞാൻ ചെയ്യുമ്പോഴാണ് ഒബ്വിയസ്ലി ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുള്ളൂ. So for myself, I don't believe in the virality. I only believe the content and also it should perform well എന്നാണ്. അതിൻ്റെ അപ്പുറത്ത് വൈറാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ആശിഷിനെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും ഒരു കോണ്ടന്റ് ആണോ ഒരു സ്ട്രാറ്റജി ആണോ ഈ ബിസിനസ്സിന് ലൈക്ക് ഗ്രോത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ ഇപ്പം രോഹിലൊരു ലൈക്ക് ഹീസ് ഫോളോയിങ് ലൈക്ക് ഫണ്ടിൽ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതുപോലെ ഈ സ്ട്രാറ്റജി ലൈക്ക് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരിലേക്കും വിൽക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക ഒരു റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരു നീഷ് ഉണ്ട്. ഇപ്പോൾ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ കോണ്ടന്റ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഒരു റീലിട്ടു, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ബിസിനസ്സിൽ ഒരു റീലിടുമ്പോൾ ജസ്റ്റ് എൻഗേജ്മെൻറ്റ് മാത്രം കിട്ടിയാൽ പോരാ, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്തരമുള്ള കസ്റ്റമേഴ്സിലേക്ക് ഈ വീഡിയോ എത്തുക, അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടാണ് കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് മാത്രം എൻഗേജ് ചെയ്യാൻ പാകത്തിനുള്ള കോണ്ടൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ പെർഫ്യൂം അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സ് വാങ്ങാൻ തോന്നണം. അതുകൊണ്ട് സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ മെയിനായിട്ടും പരസ്യങ്ങൾ റൺ ചെയ്യുക, കോണ്ടന്റ് ഇടുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് ആണോ അതോ ലൈക്ക് ബിസിനസ്സായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതാണോ കൂടുതൽ പവർഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്നത്? ആക്ച്വലി ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യേണ്ടി വരെ നിവൃത്തിയില്ല. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ പോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ താഴെ പോകും. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ കേസ് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ആ ഒരു സെക്ഷൻ മാറി വേറെ ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചോ, നമുക്കിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് ബിൽഡ് ആവപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ സെയിൽസ് വരും. മാത്രമല്ല വേറെ ബിസിനസ് തുടങ്ങിയാൽ അതിൻ്റെ അകത്തേക്കും കസ്റ്റമേഴ്സ് ഈസിലി അക്വിസിഷൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരുപാട് പെർഫ്യൂം ബ്രാൻഡ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഹൈ എൻഡ് ബ്രാൻഡ്സ് മുതൽ പലതരം ബ്രാൻഡ്സ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ആ ഒരു അത്രയും പെർഫ്യൂംസിൽ നിന്ന് ആൾക്കാരിലേക്ക് ഒരു ബൈയിങ് ഒരു ഇത് കൊണ്ടുവരുന്നത് എന്താണ്? ലൈക്ക് ഒരു യുണീക്ക് സെല്ലിങ് USP എന്ന് പറയുമല്ലോ, ആ ഒരു USP എന്താണ്? നമ്മുടെ ക്വാളിറ്റി തന്നെയാണ്. പെർഫ്യൂമിൻ്റെ ക്വാളിറ്റീസ് കൊണ്ട് മാത്രമാണ് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ 12 സിഗ്നേച്ചർ പെർഫ്യൂംസ് നമ്മുടെ അടുത്തുണ്ട്. 12 സിഗ്നേച്ചർ പെർഫ്യൂംസ് 12 തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പാകത്തിനുള്ള സ്മെല്ലാണ്. ഫ്രൂട്ടി, ഫ്ലോറൽ, വുഡി, അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഫ്രാഗ്രൻസസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ള പെർഫ്യൂം ആയിരിക്കില്ല കാർത്തികയ്ക്ക് ഇഷ്ടമാവുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രിഫറൻസസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് എല്ലാ രീതിക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സ്മെൽസ് നമ്മൾ നമ്മുടെ സിഗ്നേച്ചർ പെർഫ്യൂംസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ രോഹിൽ ഇത്രയും കണ്ടന്റ് ചെയ്തു, അതിൽ തനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോണ്ടന്റ് ഏതാണ്? പേഴ്സണലായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആങ്കിൾ വെച്ച് ചെയ്യണ വീഡിയോസ് എന്ന് വെച്ചാൽ ഡു മെൻ ക്രൈ എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലിക്ക് പോകുന്നവരാണ് ഫോർ എക്സാമ്പിൾ ഒരു മെൻ. അതായത് അവൻ്റെ ലൈഫ് ഒരിടത്തും കാണിക്കാൻ വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, മെൻ വോണ്ട് ക്രൈ. അപ്പോൾ ഞാൻ അതിനെ പല ആംഗിളിൽ വെച്ചിട്ട്, അതായത് രാവിലെ ഓഫീസിൽ പോയിരുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ അവന് സാലറി ക്രെഡിറ്റ് ആവുന്നു, വീട്ടിൽ അയച്ചു കൊടുക്കുന്നു, അത് ചെയ്യുന്നു, അവൻ്റെ EMI അടയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എൻഡ് ഓഫ് ദ ഡേ അവൻ്റെ കയ്യിൽ എല്ലാ പൈസയും തീർന്നു പോകുന്നു. അവൻ എന്ത് ചെയ്യുന്നു, അപ്പോഴേ അവിടെ കിടന്നുറങ്ങുന്നു. പിന്നെ അവൻ ആ ജനലിൽ പിടിച്ചവന്ന് കരയുമാണ്. അതെനിക്ക് പേഴ്സണലി ടച്ചിങ് ആയിട്ട് ഇന്ന് എൻ്റെ ലൈഫിലൊക്കെ ഓടുന്ന സംഭവം തന്നെയാണ്. അപ്പം അത് ഞാൻ ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാവണത്. എനിക്ക് അത് ഏറ്റവും ഇമോഷണലായിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ഐ തിങ്ക് ഒരു 10K വ്യൂസൊക്കെ അതിന് വന്നിട്ടുള്ളൂ. അതേസമയം ഞാൻ അടുത്തൊരു വീഡിയോ വേറെ ഒന്നും ചെയ്ത ആൾക്കാർ കാണും. അത് ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഇത് കാണുന്നത് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇതൊന്നും കാണിച്ചിട്ട് കഥയുമില്ല. എനിക്ക് എന്നെ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വീഡിയോ ചെയ്തതിലില്ല. പിന്നെ ഞാൻ പറയാം, എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. രോഹിൽ ഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തി രോഹിൽ ക്ലിക്സ് ആയപ്പോഴാണ് ആൾക്കാർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു May 5th ആകുമ്പോൾ എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകും. അത് വിത്തൗട്ട് എനി നോട്ടിഫിക്കേഷൻ, നത്തിങ് എൽസ് എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ആവാം. ദ ഡേ സസ്പെൻഡ് ആയത് ഒരു 5 days ഞാനും ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് വൈ ഷുഡ് ഐ ജസ്റ്റ് സ്റ്റാർട്ട്. കാരണം ഐ ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം സോ ഫാർ. അതിൽ നിന്ന് ഇവിടം വരെ വരിക മീൻസ് ഇറ്റ്സ് നോട്ട് സംതിങ്, അത്ര ജേണി ഭയങ്കര ഡിഫറൻറ്റാണ്. എല്ലാവരും കാണുന്ന ക്യാമറയ്ക്ക് അപ്പുറത്തെ വീഡിയോ ഒരു 3 minute റീൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുക, നമ്മൾ പോസ്റ്റ് ചെയ്യണത്, എഡിറ്റ് ചെയ്യണത്, ഫോളോവേഴ്സ് നോക്കണത്, ഇൻസൈറ്റ് നോക്കണം, എന്തുമാത്രം ആൾക്കാർ കണ്ടു, റീഷെയർ ചെയ്ത് ഓരോ മിനിറ്റ് രാത്രി കിടക്കുമ്പോഴൊക്കെ എൻ്റെ ചിന്ത ചെയ്തോളൂ എത്ര പേരുണ്ട് ഇത് പോയി, അപ്പോൾ നാളെ എന്ത് ഷൂട്ട് ചെയ്യണം, അപ്പോൾ അത് ചെയ്യണം, അപ്പോൾ എഡിറ്റ് ചെയ്യണം, ഇതെല്ലാം ഒരാളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോകുകയെന്ന് പറഞ്ഞാൽ ചിലർ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കമൻറ്റ് ഇടാൻ മാത്രം ആൾക്കാർ കാണും, അല്ലെങ്കിൽ റീഷെയർ ചെയ്യണേ കാണിക്കുള്ളൂ. ആൾക്കാർ 10 കമൻറ്റേ ഉള്ളൂ. പക്ഷെ ഒരു വീഡിയോൻ്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യണ കുറേ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ആദ്യം ഇപ്പോൾ ഒരു 5 days ഐ വാസ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ. ഞാൻ വിചാരിച്ചില്ല ഒന്നും ചെയ്യണ്ട. അപ്പോൾ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാൻ തിങ്ക് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ പേര് സസ്പെൻഡ് ആയിപ്പോയി. ഞാൻ ചിന്തിച്ചത് ഇത്രയും പേര് സസ്പെൻഡായി, അപ്പം എത്രയും പേര് സസ്പെൻഡ് ആവും, നാളെ ഒരൊറ്റ കമൻറ്റ് വന്നു അതിനകത്ത്. എൻ്റെ അടുത്തൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോ ഫ്രണ്ടാണ്, അവൻ കമൻറ്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എടുത്ത് കളയാൻ പറ്റും, ചിലപ്പോൾ അക്കൗണ്ട് എടുത്ത് കളയാൻ പറ്റും. യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് യുവർ മെൻറ്റാലിറ്റി ആൻഡ് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് കോണ്ടന്റ്, അതൊരിക്കലും ആർക്കും കളയാൻ പറ്റില്ല. യുവർ സ്കിൽസ് വേർ സ്റ്റിൽ ദെയർ. സത്യം പറഞ്ഞാൽ ആ ഒരു ഒറ്റ കമൻറ്റ് ഞാൻ രാത്രി ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുവാണ്. ഐ എം ജസ്റ്റ് കമ്മിങ് ബാക്ക്, ഐ എം സ്റ്റാർട്ട് ഡൂയിങ് വീഡിയോസ്. എൻ്റെ സെയിം എനിക്ക് അവരുടെ അക്കൗണ്ട്സ് ഉണ്ട്. സോ അത് ഞാൻ വെരിഫൈ ചെയ്തു, ഞാൻ ഫസ്റ്റ് അക്കൗണ്ട് ഇട്ടു. പിന്നെ ആൾക്കാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഓക്കെ ഞാൻ ഐ എം ജസ്റ്റ് ഡൂയിങ് ദോസ് വീഡിയോസ് ഹിയർ. സോ ദ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നാളെ ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോം പോയാൽ മാത്രമേ ഞാൻ വീഡിയോ നിർത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നിടത്തോളം കാലം എൻ്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഉപയോഗിച്ച് ഇഫ് ഐ ക്യാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ ഇനിയും ചെയ്യും. എന്ത് വന്നാലും ഐ വിൽ സ്റ്റാർട്ട് ഡൂയിങ് വീഡിയോസ്. അതിപ്പോൾ ആർക്കും എൻ്റെ അടുത്ത് പറയാം, എനിക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമേ പോയെന്ന് പറയണം, എങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ നിർത്തുക, ഇപ്പോൾ യൂട്യൂബിൽ പോയി ചെയ്യുമായിരിക്കും. അല്ലാതെ ഒരിക്കലും ഞാൻ നിർത്തത്തില്ല എന്നുള്ള ഞാൻ തീരുമാനിച്ചത്.
കോണ്ടന്റ് വൈസിലാണെങ്കിൽ പോലും എനിക്ക് ടച്ചിങ് ആയിട്ട് ഞാൻ പറയില്ല, ആ ഒരു സംഭവം അല്ലാതെ വേറെ രണ്ടാമതൊരു ഏറ്റവും ഇൻസ്റ്റൻസ് എൻ്റെ അക്കൗണ്ട് പോയതായിരുന്നു. സ്റ്റിൽ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ശരിയായി. ഇതിപ്പോൾ ആശിഷിനെ സംബന്ധിച്ച് വരുമ്പോൾ ഈ സെയിം സിനാരിയോ ആക്ച്വലി ആദ്യം നടന്നതാണ്. ബാഷ് ക്ലോത്തിങ് കമ്പനിയുടെ അക്കൗണ്ടും ഇതുപോലെ സസ്പെൻഡ് ആയി പോയതാണ്. അപ്പോൾ ഈ ചലഞ്ച് എങ്ങനെയാണ്, ലൈക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ചലഞ്ച് എങ്ങനെയാണ് രണ്ടുപേരും ഫേസ് ചെയ്തു? അപ്പോൾ ആശിഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസും അത് എങ്ങനെയായിരുന്നു? ആദ്യം അക്കൗണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്ക് വിഷമം ഉണ്ടാകുന്നു. പിന്നെ അത് നമ്മളെ നോക്കിയിട്ട് കാര്യമില്ല. ബിസിനസ് ചെയ്യുമ്പോൾ ഓരോരോ ചലഞ്ചസും ഓരോരോ ഇഷ്യൂസ് ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് ഓവർകം ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഒരു അക്കൗണ്ട് പോയി അടുത്ത അക്കൗണ്ട് തുടങ്ങുക, പിന്നെ അതിൽ നിന്ന് മണ്ണിൽ നിന്ന് ഗ്രോ ചെയ്യുക. അങ്ങനെ ഗ്രോ ചെയ്ത് കയറും. അവസാനം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ മതി. ഇപ്പോൾ ആശിഷിൻ്റെ ഇപ്പോൾ രോഹിലിൻ്റെ അടുത്ത് ചോദിച്ച പോലെ കോണ്ടന്റിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ച പോലെ പെർഫ്യൂമിലൊരു ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഉണ്ടാവും, ലൈക്ക് ഒരു സജസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമോ അല്ലാണ്ട് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം ഏതായിരിക്കും? എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ബ്രാൻഡിൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ കാസ്പിയൻ ഡസ്ക് ആണ്. നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് പെർഫ്യൂമാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന പെർഫ്യൂമാണ് കാസ്പിയൻ ഡസ്ക് എന്ന് പറഞ്ഞാൽ. ഇതൊരു മൈൽഡ് ഫ്ലോറൽ വുഡി ടച്ചുള്ള പെർഫ്യൂമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്മെല്ലാണ്. മാത്രമല്ല 8 to 12 hours ഗ്യാരണ്ടീഡ് ആയിട്ട് ലാസ്റ്റിങ് കിട്ടും. അതാണ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. ഇപ്പോൾ ആ കണ്ടന്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മെൻ ഡോണ്ട് ക്രൈ എന്നുള്ള കണ്ടന്റിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ വാഴ മൂവിയൊക്കെ ഇറങ്ങിയപ്പോഴായിരുന്നു കൂടുതലും ബോയ്സിൻ്റെ ഇമോഷൻസ് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതർവൈസ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗേൾസിൻ്റെ ഇമോഷൻസ് ആയിരുന്നു കൂടുതലും ഫിലിംസിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് പേഴ്സണൽ ആയിട്ടാരെങ്കിലും മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? പേഴ്സണലായിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ദേഴ്സ് എ ബാക്ക് ആൻഡ് സ്റ്റോറി ഫോർ മീ. അപ്പോൾ ഞാനൊരു UPSC ആസ്പിറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം ഒരു UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്ത ആളാണ് ഞാൻ. 4 years റൂമിനകത്ത് അടച്ചിരുന്ന് സ്റ്റിൽ ഹാവ് എ ലോട്ട് ഓഫ് ഇമേജസ് ലൈക്ക് ദാറ്റ്. എൻ്റെ റൂമിൻ്റെ അകത്ത് 4 ചെവിറ്റിലും ഞാൻ അവിടെ ഇരുന്ന് 8 മണിക്കൂർ ഇരുന്ന് പഠിച്ച ഒരാളാണ്. എൻ്റെ വീട്ടിൽ പോയി ഇപ്പോഴും ആ ഡോറ് മമ്മിയാണെങ്കിൽ വീടെല്ലാം പെയിൻറ്റ് ചെയ്ത് ആ റൂമിൽ പെയിൻറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ ചെല്ലുമ്പോഴും ആ ചെവി ചുറ്റും ഇവൻ എൻ്റെ ഫാൻ്റെ സീലിൽ നോക്കി അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ എഴുതി എനിക്ക് പറഞ്ഞില്ല, ഞാൻ കസേരയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം എനിക്കത് പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ 4 വർഷം ആ ഒരു റൂമിനകത്തിരുന്നു, അല്ലാതെ അക്കാഡമി പോയിരുന്നു. UPSC എക്സാം വേണ്ടി മാത്രം പഠിച്ച ഒരാൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നു. അപ്പം അതിൽ എനിക്ക് ഈ പറഞ്ഞ ഇമോഷൻ, ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഇമോഷൻസ് പറയാം. ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു ഡ്രീം ഉള്ള ഒരാൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യുന്ന ആളൊന്നും അല്ല. ഒബ്വിയസ്ലി എനിക്ക് പഠിക്കുന്ന ആഗ്രഹമുള്ളൂ. പക്ഷേ UPSC എക്സാം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എനിക്കൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ലൈഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. അതായത് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അത് ചെയ്യും. ഫോർ എക്സാമ്പിൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എൻ്റെ അടുത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അത് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒബ്വിയസ്ലി അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് പറയാം. UPSC എക്സാമിൽ നിന്ന് കോണ്ടന്റ് ക്രിയേറ്റർ ആയപ്പം ഉണ്ടാകുന്ന ഒരു ഇമോഷൻസ് ഉണ്ട് ലൈഫിൽ. ആ ഇമോഷൻ തന്നെയാണ് എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ പുട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഐ വാസ് ഡ്രീമിങ് ഓഫ് സംതിങ് എൽസ്, ബട്ട് സ്റ്റിൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ട് പഠിക്കുന്നുണ്ടാകും. സ്റ്റിൽ ഇന്ന് എൻ്റെ റൂമിൽ വന്നാൽ ഇന്നും എൻ്റെ ഒരു ബുക്കുണ്ട്, ഇന്ന് ഞാൻ എക്സാം എഴുതുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഈ പറഞ്ഞ വീഡിയോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് വേറെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞു എനിക്കിനി സമയമില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും തോന്നില്ല. അങ്ങനെ സമയമില്ലാത്ത ആൾക്കാരൊന്നുമില്ല. എല്ലാവർക്കും 24 hours ഉണ്ട്, എനിക്കും 24 hours ഉണ്ട്. പക്ഷെ എൻ്റെ 24 hours ഞാൻ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വീഡിയോയ്ക്ക് അപ്പുറത്തൊരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എൻ്റെ ഒരു ജേർണി തന്നെയാണ് എൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ വീട്ടുകാർ, അച്ഛൻ, അമ്മ. അപ്പം ഞാൻ ഇന്നും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയാണ്. മോറോവർ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ലൈഫിൽ ഒന്നും കാണില്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി വിൽ ബി മൈ ഫാമിലി. ആ ഫാമിലി പ്രൗഡാക്കുക, കാര്യങ്ങൾ ചെയ്യുക, എൻഡ് ഓഫ് ദ ഡേ അവർ നാളെ സന്തോഷിക്കുക. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും കടയിൽ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ആൾക്കാർ. സോ അപ്പം ചിലർക്ക് അറിയ പോലും ഇല്ല, മകനാണെന്ന് അറിയത്തില്ല. അപ്പോഴും കണ്ടിട്ട് മമ്മി പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയാണ് എന്ന്. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഇന്നും അറിയത്തില്ല ഞാൻ എന്തോ ചെയ്യണം. എൻ്റെ അമ്മയുടെ വിചാരം ഞാൻ ഓഫീസിൽ വേണ്ടി എന്തോ ചെയ്യണമെന്ന് അറിയുമോ. ഷീ ഡസ് നോ ഇറ്റ്. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇവ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴമ്മ ചോദിക്കട്ടെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണം, നീ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യണം. പക്ഷേ സ്റ്റിൽ എനിക്കത് പറഞ്ഞിട്ടില്ല. പക്ഷേ ചേട്ടനൊരു കുഞ്ഞുണ്ട്. മാമി വന്നിരുന്നിട്ട് പറയും, ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് പറയും കൊച്ചു എന്ന് വിളിക്കണം. കൊച്ചു കഴിയുമ്പോൾ വീഡിയോ എനിക്കും ചെയ്യണം, കണ്ടില്ല ലിപ്സ്റ്റിക്ക് എടുത്ത് കൊച്ചു രാവിലെ എഴുന്നേറ്റ് കാണിച്ചു തരുമില്ല, ഇങ്ങനെ വീഡിയോ ചെയ്യണം. സോ ഐ ബിലീവ് ദാറ്റ് ഐ എം ഇൻസ്പയറിങ് സമ്മൺ. സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് ഇൻസ്പയറിങ് സമ്മൺ. അങ്ങനെയാണ് ഇപ്പം എൻ്റെ വീഡിയോ 10 പേര് കണ്ടാലും ഈവൻ എ സിംഗിൾ പേഴ്സൺ ഇസ് ഇൻസ്പയർഡ് ഫ്രം ദാറ്റ്. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചേഞ്ച്, അതിനാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഞാൻ വന്നിരുന്ന മറ്റേ പ്രൊഡക്റ്റ് കൊള്ളാം, സ്കിൻ കെയർ കൊള്ളാം, നിങ്ങൾ തേച്ച് നോക്കെന്ന് പറയണതിൽ അപ്പുറത്ത് ഇഫ് ഐ എം ഇൻസ്പയറിങ് സമ്മൺ ടു ഡു സംതിങ് എൽസ്,
അവിടെയാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു സംഭവമായിട്ട് കണ്ടുള്ളൂ. അല്ല മെൻബു ക്രൈ എന്ന് പറയുമ്പോൾ അത് ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ഇമോഷൻ ഫീൽ ചെയ്ത് എനിക്ക് ഇമോഷണൽ സ്റ്റോറീസ് ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതായത് ടോക്സിറ്റി, സൈക്കോ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ലൈഫിൽ ചെന്ന് ഇറങ്ങി ചെന്ന ആൾക്കാർ ലൈഫിൽ പഠിക്കുക ചെയ്യാന്നുള്ളത്. ഇതുപോലെ ഇമോഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ അപ്രോച്ച്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പെർഫ്യൂംസ്, ഇപ്പോൾ പെർഫ്യൂംസിന് ഒരുപാട് മെമ്മറീസ് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഇമോഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം അതുപോലെ ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിൻ്റെ സ്മെല്ല് ചോദിക്കാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, കർപ്പൂരം, കസ്തൂരി, ചന്ദനം, റോസ്മേരി വാട്ടർ, മഞ്ഞൾ, അതിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്മെല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നമ്മുടെ മുമ്പത്തെ പെർഫ്യൂംസ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു, വേറെ ബ്രാൻഡ്സിൻ്റെ പെർഫ്യൂംസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ അമ്പലത്തിൻ്റെ മണം എന്ന് പറഞ്ഞ് വെക്കുന്ന എല്ലാം ചന്ദനം മാത്രമുള്ള നോട്ട്സ് മാത്രമുള്ള പെർഫ്യൂമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ടെമ്പിൾ ഡോൺ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഇറക്കി. ഈ ഇടയ്ക്കാണ് ലോഞ്ച് ചെയ്തത്. മാരക റെസ്പോൺസാണ് ആ പെർഫ്യൂംസിന്. നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന സ്മെല്ലില്ല, കറക്റ്റ് ആ സ്മെല്ലാണ് ആ പെർഫ്യൂമിന്. ചന്ദനത്തിൻ്റെ മാത്രം മണമല്ല അതിന് വരുന്നത്. കസ്തൂരി, ചന്ദനം, ക്യാംഫർ, റോസ്മേരി വാട്ടർ, ടെർമറിക്, അതൊരൊറ്റ സ്പ്രേയിൽ നമുക്ക് എല്ലാം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീല് കിട്ടും. അതുകൊണ്ട് നമ്മളങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ടെമ്പിളിൻ്റെ സ്മെല്ല് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇറക്കിയതാണ് ടെമ്പിൾ ഡോൺ എന്ന് പറഞ്ഞ പെർഫ്യൂം. അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. ഡെയിലി 1 lakh അടുത്ത് തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടെമ്പിൾ ഡോൺ എന്ന് പറഞ്ഞ പെർഫ്യൂമിന്. ബെസ്റ്റ് സെല്ലറാണ്. ഇപ്പോൾ കറൻ്റ് ഇന്നലെ തന്നെ മോസ്റ്റ്ലി 80,000 അടുത്ത് വലിയുള്ള സെയിൽസ് ജനറേറ്റ് ചെയ്തു ടെമ്പിൾ ഡോൺ എന്ന് പറഞ്ഞ പെർഫ്യൂം. അങ്ങനെ ഡെയിലി അതിന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. മാത്രമല്ല കസ്റ്റമേഴ്സ് വാങ്ങിച്ച കസ്റ്റമേഴ്സ് വീണ്ടും വാങ്ങുന്നുണ്ട്. അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പോൾ ലൈക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു ഓൺട്രപ്രണർ, പക്ഷേ നിങ്ങളെ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. രണ്ടുപേരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സാണ്. സോ നിങ്ങൾക്ക് ഈ മാർക്കറ്റിംഗ് നിങ്ങളുടെ ഗ്രോത്തിൽ, അതായത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഗ്രോത്തിൽ ഈ മാർക്കറ്റിംഗ് പഠിച്ചതോ ലൈക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററായിരുന്നു. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു മേഖല ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റണം. അതായത് ജസ്റ്റ് ഒരു ക്യാമറ എടുക്കുന്നതിൽ മാത്രമല്ല, അതിൽ എഡിറ്റ് ചെയ്യാനും നമുക്ക് ആംഗിള്, പിന്നെ ഫോർ എക്സാമ്പിൾ ഓഡിയൻസ്, ഇൻസൈറ്റ്, ഡാഷ്ബോർഡ്, ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ പഠിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചപ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ആഡ് റൺ ചെയ്യാനായിരുന്നാലും, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നമ്മുടെ കയ്യിലേക്ക് തന്നാൽ എങ്ങനെ ഓർഗാനിക്കലി ബിൽഡ് ചെയ്യണമെന്നും അതൊക്കെ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചാണ്. ബട്ട് ഈവൻ ഇഫ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ട്, ഈ ഔട്ട്ലൈൻ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിരുന്നാലും നാളെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിരുന്നാലും ഒബ്വിയസ്ലി ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ പഠിക്കണമെന്നില്ല. അതിപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, നിങ്ങൾ കോഴ്സ് പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ആൾക്കാർ കാണുന്ന എന്തോ വലിയ സംഭവമായിട്ടാണ്. അതിൻ്റെ അകത്ത് കുറേ നീഷ് ഏരിയാസ് ഉണ്ട്, പക്ഷെ എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ കോണ്ടന്റ് ക്രിയേറ്റർ എന്നതേ എനിക്കറിയുള്ളൂ. അതിനകത്ത് ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻ്റൊക്കെ നിങ്ങൾ ആദ്യം ഔട്ട്ലൈൻ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി പിന്നെ എക്സ്പീരിയൻസ് പഠിക്കുന്നതാണ്. ഞാൻ എല്ലാം പഠിച്ചതിന് എക്സ്പീരിയൻസ് അല്ല. എനിക്ക് ആരും വന്നിരുന്ന ഒരു ബുക്ക് എടുത്ത ഇന്ന പേജിൽ ഇന്നത് കിടപ്പണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചു. അത് നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്താലും ഓരോ സാധനത്തിൽ നിന്ന് പഠിച്ച് വരുന്നതനുസരിച്ചായിരിക്കും ഞാൻ അങ്ങനെയാണ് ബിലീവ് ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാഷ് ഇന്ത്യയുടെ ഗ്രോത്തിന് ഒരുപാട് രീതിയിൽ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബാഷ് ഇന്ത്യ ഒരു ഇ-കൊമേഴ്സ് ബ്രാൻഡാണ്, നമുക്കൊരു ഓഫ്ലൈൻ സ്റ്റോർ ഒറ്റണം പോലും ഇല്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഷോപ്പിഫൈ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം ഞാനാണ്. പോസ്റ്ററും എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേറെ ടീംസ് ഉണ്ട്. അതേപോലെ പ്രസൻറ്റേഷൻ ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്തു. CCS പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരെ ഹെൽപ്പും സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൈഡ്ലി റീച്ച് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു ഫിസിക്കൽ സ്റ്റോർ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൊച്ചി ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമേഴ്സിന് മാത്രമാണ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പവർ കാരണം, സോഷ്യൽ മീഡിയയുടെ പവർ കാരണം നമുക്ക് ഓൾ ഓവർ ഇന്ത്യ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സും വരുന്നുണ്ട്. മാത്രമല്ല പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സും നമ്മുടെ പെർഫ്യൂംസ് അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ പേഴ്സണൽ ബ്രാൻഡിങ് ആയാലും ഒരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാനായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വേണ്ടതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഓക്കെ. സോ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഹിലിന് കോണ്ടന്റ് ക്രിയേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പാഷൻ ആയിട്ടുണ്ടോ? ആസ് എ കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ അപ്പുറത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ യൂട്യൂബ് ചെയ്യുമായിരുന്നു.
അന്ന് ഞാൻ യൂട്യൂബ് വീഡിയോ ഫോർ എക്സാമ്പിൾ എന്തോ സ്റ്റുഡിയോ എനിക്ക് പേര് ഓർമ്മയില്ല, അതിലൊക്കെയാണ് ഞാൻ ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചാണ് ആദ്യമായിട്ട് ചെയ്യണം. അതിൽ നിന്ന് ഞാൻ പിന്നെ ആദ്യം ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി, ക്ലാസ്സുകൾ എടുത്ത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് സമയം കിട്ടാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ആയപ്പം എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ ഐ ജസ്റ്റ് വോണ്ട് ടു, ബിക്കോസ് എനിക്ക് ബ്രാൻഡിങ് ചെയ്യാനും ഈ സ്റ്റോറീസ് പറയാനും കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഐ എം വർക്കിംഗ് ഓൺ ദാറ്റ്, ഐ എം ഓൾസോ വർക്കിംഗ് ഇൻ എ കമ്പനി. അപ്പോൾ അപ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഐ ജസ്റ്റ് വോണ്ട് ടു സ്റ്റാർട്ട് എ പ്രൊഡക്ഷൻ കമ്പനി. സോ അങ്ങനെ ഐ ഹാവ് എ ഫ്രണ്ട്, ഹെർ നെയിം ഈസ് അപർണ. അപ്പോൾ അപർണയായിട്ട് ഞാൻ ചേർന്ന് വി ഹാവ് സ്റ്റാർട്ട് ആരോ പ്രൊഡക്ഷൻസ്. ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദ ബിഹൈൻഡ്, അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡിങ്ങിൻ്റെ അപ്പുറത്ത് നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ വി വോണ്ട് ടു ടെൽ എ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഏതൊരു ബ്രാൻഡ് ഏതൊരു ബിസിനസ് ആയിരുന്നാലും അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആഷ് പറഞ്ഞ പെർഫ്യൂം ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പെർഫ്യൂം ബ്രാൻഡാണ് എന്നെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആൾക്കാർക്ക് ഓൾവേസ് എവരി വൺ വോണ്ട് ടു റീഡ് ഔട്ട് ദ സ്റ്റോറീസ് ഓഫ് അസ്. സ്റ്റോറി എന്നാണ് നമ്മൾ സാധനം ബിൽഡ് ചെയ്യണം. എങ്കിൽ ഒബ്വിയസ്ലി അത് അവരുടെ തലയിൽ നിൽക്കും. അല്ല ഞാൻ വന്ന് രാവിലെ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്, എൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്, ഇതിന് ഇങ്ങനെ ഷേപ്പാണ്, ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ എന്ന് പറഞ്ഞ ആൾക്കാർ അപ്പോൾ സ്വൈപ്പ് ചെയ്യും. 3 സെക്കൻഡ് അറ്റൻഷൻ സ്പാനും എല്ലാത്തിലും ഉണ്ട് സ്പാൻ. അപ്പോൾ ഞാൻ എല്ലാവരും ഒരു കഥ പറയുമോ, എനിക്ക് പണ്ടത്തെ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കഥ പറയുന്നത് ഞാൻ ബ്രാൻഡിൻ്റെ ഈ ആഡിനോട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി അതാണ് ഈ അജ്മി വലിയ വലിയ ബ്രാൻഡുകളായ പോലും നമ്മൾ കാണുന്ന എല്ലാ ബ്രാൻഡ്സും പ്ലേസ് ചെയ്യുന്ന സ്റ്റോറീസ് ഉണ്ട്. സോ അങ്ങനെ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ കുറേ അക്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഇപ്പോൾ കാർത്തികാണ്, അശ്വിനാണ്. എൻ്റെ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് ആരും ഒന്നും തരാനില്ല. ഞാൻ ഇത് വെച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് 5 കൊല്ലം കഴിഞ്ഞ് തരാനില്ല. വെന്നെവർ ഐ മേക്കിംഗ് ഞാൻ സിംഗിൾ പെന്നി അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോൾ 200K ഫോളോവേഴ്സ് അല്ല, ഞാൻ 1 മില്യൺ ഉള്ള കഥയില്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ ഏതൊരു അക്കൗണ്ട് ആണെങ്കിലും റവന്യൂ ജനറേറ്റ് ആയിരിക്കണം, മോണിറ്റൈസ്ഡ് ആയിരിക്കണം. നിങ്ങൾക്ക് അതിൽ നിന്ന് 1 രൂപ ഉണ്ടാക്കാൻ പറ്റണം. ത്രൂ കൊളാബ് ആണെങ്കിലും എന്താണെങ്കിലും വി ഹാവ് ടു ബിൽഡ് സംതിങ് ഫ്രം ദാറ്റ്. ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനായിരുന്നാലും ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് റവന്യൂ എപ്പോഴും ജനറേറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് 5 രൂപ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വെറുതെ അത് വെച്ചുകൊണ്ട് അതിൻ്റെ കഥയുള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണം, ഇപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് പാഷനുണ്ട്, എനിക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചില സംസാരിക്കാൻ പറ്റും, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ. അതിലൂടെ ഞാൻ ബിലീവ് ചെയ്യുന്ന വെച്ചാൽ ഒബ്വിയസ്ലി പേഴ്സണൽ ബ്രാൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ എനിക്ക് അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനി മാത്രമേ ഉള്ളൂ. സോ വി ആർ ജസ്റ്റ് ബിൽഡിംഗ് എ ബഡ്ഡിംഗ് സ്റ്റേജ്. വി ആർ ജസ്റ്റ് ബിൽഡിംഗ് പയ്യെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഫോർ എക്സാമ്പിൾ അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്, ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അതായത് ഒരു പ്രോബ്ലം കാണുമ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഐ ഓൾസോ ഹാവ് അനദർ സംതിങ് ഇൻ മൈ മൈൻഡ് ഇസ് റെൻഡ് എ ഫ്രണ്ട് എന്നത് കൺസെപ്റ്റ് പറഞ്ഞാൽ പോലും ആൾക്കാർ അക്സെപ്റ്റബിൾ അല്ല, ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് ബിഹൈൻഡ് ദാറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇമോഷണൽ ബേസ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇമോഷൻസ് വെച്ചാണ് ഞാനൊരു കോണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെൻഡ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എൻ്റെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർത്തി ആണെങ്കിൽ നാളെ വെളിയിൽ പോകുമ്പോൾ ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കാൻ പോയാലോ റെസ്റ്റോറൻറ്റിൽ പോയാലോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയാലോ മേ ബി യു വിൽ ബി അലോൺ. നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്. നമുക്ക് ഇന്ന് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റബിൾ ആയിട്ട് പേഴ്സൺ കാണുള്ളൂ. നമുക്ക് ചിലപ്പോൾ കൂടുതൽ ആൾ കാണത്തില്ല. സോ ദെയർ ഐ എം ജസ്റ്റ് പുട്ടിംഗ് ഫോർവേഡ് സംതിങ് ലൈക്ക് എ റെൻഡ് എ ഫ്രണ്ട്. ഫ്രം ദെയർ യു ക്യാൻ ജസ്റ്റ് ബുക്ക് ഇറ്റ്. വെബ്സൈറ്റിൽ കയറി യു ക്യാൻ ബുക്ക്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫേസ് ആയിരിക്കും, ബിക്കോസ് എൻ്റെ ഫേസ് ആൾക്കാർക്ക് ട്രസ്റ്റബിൾ ഉള്ളൂ. യു ക്യാൻ ബുക്ക് മീ, യു ക്യാൻ ഗോ. ബട്ട് ഇത് പറഞ്ഞ ആൾക്കാർ ഡൈജസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കേരളയിൽ നടക്കില്ല. ഐ തിങ്ക് ബാംഗ്ലൂർ ദ സെയിം തിങ് ഇസ് ഹാപ്പനിങ്, ബട്ട് സ്റ്റിൽ പീപ്പിൾ ആർ ജസ്റ്റ് ദെയർ. സോ ഇങ്ങനെ കൺസിഡർ ബിൽഡ് ചെയ്യണമുണ്ട്. സോ ഐ എം ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ബട്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഫണലാണ് വർക്ക് ചെയ്യണം. ഞാൻ എല്ലാം റീസെർച്ച് ചെയ്തിട്ട് എൻഡ് ഓഫ് ദ ഡേ, കാരണം എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ. ദാൻ ദാറ്റ് ജോലി, പഠിത്തം, ഇതൊക്കെ തന്നെ. ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെങ്കിൽ ഒരു ഗോഡ് ഫാദറോ ഒരു ഇൻസ്പിറേഷനോ എന്തെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനെ ആശിഷിൻ്റെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ? ഇനീഷ്യലി നമ്മൾ ക്ലോത്തിങ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ക്ലോത്തിങ് മര്യാദയ്ക്ക് ഔട്ട്ഫിറ്റ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് സ്മെല്ല് ചെയ്തില്ലെങ്കിൽ വലിയ കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ഔട്ട്ഫിറ്റും നല്ലതായിരിക്കണം, മാത്രമല്ല സ്മെല്ലും നല്ലതായിരിക്കണം. അപ്പോൾ ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന പെർഫ്യൂമിൽ ലോഞ്ച് ചെയ്യണം, കൊളോൺ ബ്രാൻഡ് വേണം, ക്ലോത്തിങ് മാത്രമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ 2ലും ട്രേഡ് മാർക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇ-കൊമേഴ്സിൽ പെർഫ്യൂമിൻ്റെ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഇക്കയാണ് ഫൈദ് എന്ന് പറഞ്ഞ ഫൈദ്, യുണൈറ്റഡ് പെർഫ്യൂംസിൻ്റെ ഫൗണ്ടറാണ് ഫൈദ് മുണ്ടയ്ക്കർ. എനിക്ക് ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറൻറ്റ്ലി ഇപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നൊക്കെ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യാം, എങ്ങനെ സെയിൽ ചെയ്യാം എന്ന് പുള്ളിയാണ് പറഞ്ഞത്. പുള്ളി ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പെർഫ്യൂംസ് സെക്ഷനിലേക്ക് തിരിയില്ലാന്ന്. കാരണം ഇനീഷ്യൽ ടൈമിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട പരിപാടിയാണ് പെർഫ്യൂം. അപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഇല്ലാതെ ഞാൻ എന്തായാലും തുടങ്ങില്ലാന്ന് പെർഫ്യൂം. ഇപ്പോൾ നിങ്ങൾ 2 പേരോടുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഫോളോവേഴ്സ് ആണോ റവന്യൂ ആണോ കൂടുതൽ മാറ്റർ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. അഫ്കോഴ്സ് റവന്യൂ ആണ്. നമുക്ക് ഫോളോവേഴ്സ് ഇപ്പോൾ 1000 ആയാലും കുഴപ്പമില്ല, 500 ആയാലും കുഴപ്പമില്ല, 1 ആയാലും കുഴപ്പമില്ല. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, അവർ കൺവേർട്ട് ആവുന്നുണ്ടോ, നമ്മുടെ കൺവേർഷൻ റേഷ്യോ ആണ്
മാത്രമല്ല കൺവേർട്ട് ആവുന്ന കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോയെന്ന് മാത്രമാണ് നമ്മൾ മാറ്റർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഫോളോവേഴ്സും ഗെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സെയിൽ നടക്കുക, കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ടിരിക്കുക, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക നമ്മുടെ പ്രൊഡക്റ്റ്. എന്നെ സംബന്ധിച്ച് അശ്വ പറഞ്ഞതല്ല, ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ബ്രാൻഡ് അപ്രോച്ച് ചെയ്യണം. 1000 ഫോളോവറുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വ്യൂവർഷിപ്പ് ഒരിക്കലും 1 മില്യൺ ഫോളോവറിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഇപ്പോഴത്തെ ട്രെൻഡ് ആൾക്കാർ അങ്ങനെ ആയിപ്പോയി. കാരണം ഇപ്പം എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ 10K ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ വ്യൂവർഷിപ്പ് ചിലപ്പോൾ 1 മില്യൺ, 8 ലാക്ക്, 5 ലാക്ക് കിട്ടും. പണ്ട് ഒരു സമയത്ത് ഫോളോവേഴ്സിന് ഭയങ്കര ഒരു കൗണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഫോളോവേഴ്സ് കുറവ്. ഫോർ എക്സാമ്പിൾ ചിന്തിച്ചു, കാർത്തിക പോലും ഇന്ന് എത്ര പേരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും? കുറവാണ്. കാരണം ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത്ര ചിന്തിക്കണുള്ളൂ. കാരണം ഞാൻ ഒരാളെടുത്തിട്ട് എന്നെ ഫോളോ ചെയ്യണമെന്ന് തീരുമാനിക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്നെ ഫോളോ ചെയ്യും, നാളെ ഞാൻ ആ കോണ്ടന്റ് ഇടാത്ത ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അൺഫോളോ ചെയ്യും. കാരണം അവർ ചിന്തിക്കും ഞാൻ അവനെ ഫോളോ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്താണ്? കാരണം ഹീസ് നോട്ട് എൻ്റർടൈൻ മീ. ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുത്ത ആൾ കയറും. ഞാനത് ചിന്തിച്ചിട്ടുണ്ട്, ഫോളോവേഴ്സ് എന്ത് വലിയ സംഭവമില്ല, ആൾക്കാർ എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ത് വലിയ സംഭവം, അങ്ങനെയൊന്നുമില്ല. 1000 ഫോളോവറിന് കിടന്ന വ്യൂവർഷിപ്പ് ഒരിക്കലും 1 മില്യൺ കൊടുക്കാൻ വേണ്ടി നല്ലപോലെ അറിയാം. സോ എനിക്കങ്ങനെ മാറ്റർ ചെയ്തിട്ടില്ല ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഒരു എൻഡിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, ഒരു സിറ്റുവേഷൻ തരുവാണ്. ഇപ്പോൾ ലൈക്ക് നിങ്ങളുടെ എല്ലാം ലൈക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോവുകയാണ്, യു ആർ ഗോയിങ് ടു സീറോ. സോ ഇതെങ്ങനെ ബിൽഡ് ചെയ്യുക, ലൈക്ക് എങ്ങനെ അത് ബാക്ക് ടു സ്റ്റേജ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യുന്നതും? ഇപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും ബിൽഡ് ചെയ്ത് വന്ന ബിസിനസ്സും ഇപ്പം കോണ്ടന്റ് പോലെ ഒരു ഇൻഫ്ലുവൻസർ ആയാലും പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ രോഹിലിനെ സംബന്ധിച്ച് രോഹിലിന് ആക്ച്വലി അതിപ്പം ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടതെന്നും ലൈക്ക് എങ്ങനെ അത് ചാലഞ്ച് പോലെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് ഒരു എങ്ങനെയാണ് പറയാനുള്ളത്? എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ഇരിക്കുന്നത് 13 ഈ ഫോണിൽ ഞാൻ ആദ്യം വീഡിയോ ചെയ്യണം. ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അതെൻ്റെ ഒരു ചലഞ്ചായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ പയ്യെ വന്നപ്പോഴത്തേക്ക് മുമ്പോട്ട് വരുമ്പോൾ പയ്യെ വന്ന് അക്കൗണ്ട് വരുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു പ്രത്യേക ഒരു പരിഹാസമുണ്ട്. അത് ഞാൻ കുറേ ഫേസ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് അക്കാഡമി പഠിക്കാൻ പോയപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ചിലപ്പോൾ 2000, 100 പേര് പോലും കാണില്ല. അപ്പോൾ നമുക്ക് അത്ര എളുപ്പമല്ലേ വീഡിയോ ചെയ്തിട്ട് ഒരു കൂട്ടത്തിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് ചോദിച്ചാൽ നിനക്ക് വേറെ പണി, നിനക്ക് എത്ര വയ്യ, രാവിലെ എഴുതി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ എന്താണ് ഈ കിടന്ന, നീ ആരെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ചാലഞ്ച് ഫേസ് ചെയ്തു. അവിടുന്ന് താഴെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ഒരു 1 മില്യൺ വീഡിയോ ഞാൻ ചെയ്ത് തുടങ്ങി. എനിക്ക് ചില പെണ്ണായിട്ട് അഭിനയിക്കേണ്ട വീഡിയോസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കൂട്ടത്തിൽ പോയി ഇരിക്കാൻ പറ്റൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, ഇവരാരും അല്ലെങ്കിൽ ചിലവിന് പറഞ്ഞാൽ ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഫോൺ, ഞാൻ തുടങ്ങിയ അക്കൗണ്ട്, ഞാൻ റീചാർജ് ഞാൻ ചെയ്യണേ. അപ്പോൾ വേണമെന്നുള്ളവർ കണ്ടാൽ മതി. അത് അതേപോലെ ചിലർ എനിക്ക് വേണമെന്നുള്ള കമൻറ്റ് ചെയ്താലും മതി. എൻ്റെ ഇഷ്ടമാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ തൊലിക്കെട്ടുന്ന സാധനം നമുക്ക് വരും. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ സ്റ്റേജിൽ എനിക്ക് ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അത് എൻ്റെ ഓഫ് ആര് കാണുന്നില്ല, ഞാൻ ചിന്തിക്കാറില്ല. സോ എനിക്കങ്ങനെ സ്പെസിഫിക്കലി തോന്നാറില്ല. എങ്കിലും ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഫോണും വേണം, ഒരു വൈഫൈയും വേണം. ഈ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നേന്ന് ബിൽഡ് ചെയ്തെടുക്കും. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞാൽ റൂമിൽ കൊണ്ട് അടച്ചിട്ടാലും നിങ്ങൾ എനിക്കൊരു സാധനം സെൽ ഔട്ട് ചെയ്ത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബ്രാൻഡിനെ ഞാൻ അപ്രോച്ച് ചെയ്യണം. ഞാൻ വെളി ഇറങ്ങി പോകും. ഞാൻ ഒരു ചായ കുടിക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചായ ഇഷ്ടപ്പെടാൻ ഞാൻ അവിടെ ചോദിക്കും, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടോ, നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ആൾക്കാരുണ്ടോ? ഇല്ലേ, ഞാൻ ചെയ്യാം, എനിക്ക് പോർട്ട്ഫോളിയോ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് തരാം. യു ഹാവ് ടു പേ, നിങ്ങളൊന്നും പേ ചെയ്യണ്ട. ബട്ട് എൻ്റെ ഓഫ് നിങ്ങൾക്ക് ഒരു സെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരുവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. അങ്ങനെയാണ്. ഇപ്പം എന്നെ കൊണ്ട് എവിടെ ഇട്ടാലും ഇപ്പോൾ ഞാൻ റോഡിൽ കൂടെ കാണുമ്പോൾ ആൾക്കാരെ കാണും, ചില ചായ വെക്കുന്ന ആൾക്കാർ, ഈ ജ്യൂസ് വിൽക്കുന്ന ചേച്ചി. അപ്പോൾ അടുത്ത് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ, കാരണം ഞാൻ ഇന്ന് വിശ്വസിച്ച് വെച്ചാൽ അവർക്ക് റോഡിൽ നിന്ന് വിൽക്കുന്ന സമയത്ത് അവർക്കൊരു വീഡിയോ എടുത്ത് കൊടുക്കാനോ എത്തിച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകണ 10 പേര് കയറണം കാട്ടി അതിൽ കൂടുതൽ ആൾക്കാർ ഇത് അറിഞ്ഞു വരും. അങ്ങനെ ഞാൻ വിശ്വസിക്കണുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് ഇപ്പം തന്നെ സ്റ്റേജിൽ എന്നെ എവിടെ കൊണ്ടാലും ഞാൻ ഒരിക്കലും ജോലിയുണ്ട്, ജോലി പോയാലും ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാലം ഈ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തരുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ചില സബ്സ്ക്രിപ്ഷൻസ്, ഇത് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ സാധനം ആൾക്കാർ യൂസ് ചെയ്യാൻ ഡിഫറെൻറ്റ് വേയിലാണ്. അത് ബേസിക്കലി നമുക്ക് ഇന്ന് റണ്ണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇൻസ്റ്റാഗ്രാം നമുക്ക് തരണം. നമ്മളത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ രീതിയിൽ ആൾക്കാർ കാണണം. ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ ഞാൻ പോലും 10K ആയപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓണായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ സബ്സ്ക്രിപ്ഷൻ ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവന്മാർ ചോദിച്ചു, ഓ അപ്പോൾ നിൻ്റെ ഇറങ്ങുമല്ലേ എന്നിട്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഓ നീ അപ്പോൾ ഇങ്ങനെ, അപ്പോൾ നീ അങ്ങനെ ആവുമല്ലേ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ എന്തെങ്കിലും വെച്ചാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും, ഞാൻ വേറെ രീതിയിലായിരിക്കും, ഇതായിരിക്കും. പക്ഷേ എൻ്റെ ഓഫ് ആൾക്കാർ കാണുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇന്ന് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് കാരണവും
ഈ പറഞ്ഞ ഫീൽഡിൽ നിൽക്കുന്നവരുമാണ്, ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. അതിൻ്റെ അപ്പം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അതായത് അവരുടെ ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുക, ഇൻസ്പിറേഷൻ കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. ചില ആൾക്കാർ ഞാൻ ബുക്ക് വായിച്ചു കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്നെ സംബന്ധിച്ച് എവിടെ കൊണ്ടിട്ടാലും ഞാൻ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു തരും. അതാണ് ഞാൻ പിന്നെ എൻ്റെ അക്കൗണ്ട് പോയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ചെയ്ത് വേണമെന്നുള്ളത് കണ്ടാൽ മതി. പക്ഷേ എനിക്ക് ഫെമിലിയാരിറ്റി ഉള്ള ആൾക്കാർ കണ്ടു. സോ ഇന്നും എനിക്ക് വ്യൂവർഷിപ്പ് പയ്യെ കയറി വരണുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും ബിൽഡ് ചെയ്ത് വെച്ചിട്ടും വീണ്ടും തകർന്നു പോയി നമുക്ക് ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് ടീംസ് ഉണ്ട്, കണക്ട് ചെയ്യാനുണ്ട്, നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട്. മാത്രമല്ല ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് എന്താ വെച്ചാൽ സ്കെയിൽ ചെയ്യാനും എല്ലാം കൂടി ഞാൻ ആദ്യം വൺ മാൻ ഷോയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി ഞാൻ തന്നെ പോസ്റ്റ് അയക്കണോ, ഞാൻ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യണോ, ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യണോ, ഞാൻ തന്നെ ഫോട്ടോ എടുക്കണോ, ഞാൻ തന്നെ ഓരോന്ന് ജനറേറ്റ് ചെയ്യണോ, അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യണോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് എനിക്ക് പറ്റണില്ല. കുറച്ച് സ്കെയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓരോരോ ജോബ്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ CCS എന്ന് പറഞ്ഞൊരു ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ആളെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്ച്വലി അക്കൗണ്ടിലേക്ക് കൂടുതൽ റീച്ചും എൻഗേജ്മെൻറ്റും കയറി വന്നുകൊണ്ടിരുന്നത് ഓർഗാനിക്കലി. അവർക്ക് കൊടുത്താൽ പിന്നെ അത്യാവശ്യം നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി എൻ്റെ അക്കൗണ്ട് പിന്നെ സീറോയിലേക്ക് വന്നാൽ ഞാൻ അവർക്ക് തന്നെ കൊടുക്കും. കാരണം അവർ ഓൾറെഡി ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്കിനി അതിൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ഓൾറെഡി അക്കൗണ്ട് പോയി എന്ന് ഓർത്താൽ പിന്നെ അതിൻ്റെ പുറമെടുക്കാനേ തോന്നില്ല. അപ്പോൾ ഇവർ അങ്ങ് ഏൽപ്പിച്ചാൽ ഇവർ വൃത്തിക്ക് അത് ചെയ്തു തന്നോളും. ബാക്കിയുള്ള മെയിൻ ഏരിയാസിലൊക്കെ നമുക്കപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. രോഹിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഒരു ഏജൻസീനെ ഏൽപ്പിക്കുന്നതാണോ കൂടുതൽ, ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരു ഏജൻസിയുടെ കയ്യിൽ കൊടുക്കുന്നതാണോ കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഒബ്വിയസ്ലി എനിക്ക് പേഴ്സണലി പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സാണ് ബിൽഡ് ചെയ്യുന്നത്, ബ്രാൻഡാണ് ബിൽഡ് ചെയ്യണമെങ്കിൽ പാഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വൺ മാൻ ഷോ കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. അതിനപ്പുറത്ത് ഇതിൻ്റെ പറഞ്ഞ എഡിറ്റ് പരിപാടിയൊക്കെ എനിക്ക് അറിയാം. പക്ഷേ ഇതിൽ എത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ ചിന്തിക്കും 10 കോണ്ടന്റ് വേറെ എടുത്തിട്ട് ഒരാൾ കൊടുത്താൽ മതിയെന്ന്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ സ്ട്രീറ്റിലെ കാര്യങ്ങൾ, സ്ട്രീറ്റിൽ ഞാൻ കാര്യം പറയുമ്പോഴും ഒബ്വിയസ്ലി എനിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നപ്പോഴും ഈ പറഞ്ഞ സ്ട്രീറ്റ്സിൽ ഓരോ ബ്രാൻഡുകൾ ബിൽഡ് ആവുന്നതൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെറിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ചെറിയ വലിയ എമൗണ്ട് കൊടുക്കണ്ടെങ്കിൽ പോലും നമുക്ക് ചെറിയ ബ്രാൻഡിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഭാഷ പറഞ്ഞ പോലെ ക്ലിക്ക് ക്രാഫ്റ്റ് സ്പേസ് ആണെങ്കിൽ അങ്ങനത്തെ ഏജൻസികൾ പേഴ്സണൽ അസോസിയേറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അസോസിയേറ്റ് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കുറേ കഷ്ടപ്പെട്ട് വൻമാഷോ കളിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ വർക്ക് അവർ കൊടുക്കുവാണെങ്കിൽ അവർ ആ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രോപ്പർലി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അടുത്ത കോണ്ടന്റ് ഷൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാനായിരുന്നു പേഴ്സണലി പറയും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ ബിസിനസ്സോ ബ്രാൻഡോ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുമാണ്, പേഴ്സണൽ ബ്രാൻഡിങ് ആയിരുന്നാലും അല്ലെങ്കിൽ നാളെ ബിസിനസ് പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്യാനാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാതെ കുറച്ച് അത് എക്സ്പീരിയൻസ് ആൾക്കാരോട് കളിക്കുക. നമ്മൾ CCS ആകുമ്പോൾ അവർ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, കുറച്ച് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവർ നമ്മളെ കുറച്ച് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അല്ല നമുക്കിപ്പോൾ എല്ലാം അറിയാം, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ എങ്ങനെ സെൽ ഔട്ടിന് എനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ സെയിൽ ജനറേറ്റ് ആവില്ല. സോ ഞാൻ പോലും ചിന്തിക്കും, ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാലും ഞാൻ ഒബ്വിയസ്ലി ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് ട്രസ്റ്റബിൾ ആയിട്ട്, എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് പ്ലസ് അങ്ങനെ ചെയ്യുന്ന ഏജൻസികൾ, അതിലൊന്നാണ് CCS എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാതെ ഞാൻ നാളെ എന്ത് സ്റ്റാർട്ട് ചെയ്താലും ഞാൻ പോലും അസോസിയേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഏജൻസി അത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം ടോക്സിറ്റി വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിലേഷൻഷിപ്സിലായാലും പല കാര്യങ്ങളിലായാലും. അപ്പോൾ ഇതുപോലെയൊക്കെ അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്തോ, അതായത് ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ കടന്നു പോകുന്ന ആൾക്കാരുടെ അടുത്തോ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തോ, ലൈക്ക് കുട്ടികൾ മാത്രമല്ല ഇപ്പം പല ആൾക്കാരും ഉണ്ട്, ഇപ്പം മുതിർന്നവരായാൽ പോലും ഇപ്പം അതുപോലെ ഉണ്ട്. സോ അവരുടെ അടുത്ത് എന്താണ് രോഹിലിന് കൊടുക്കാനുള്ള മെസ്സേജ്? എനിക്ക് പേഴ്സണലി പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ്പീരിയൻസ് ഞാൻ കണ്ട ആൾക്കാർ സംസാരിച്ചവരിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഇഫ് യു ആർ എ റിലേഷൻഷിപ്പ് ഹസ്ബൻഡോ എന്തെങ്കിലും മാരേജ് ആയിരുന്നാൽ പോലും എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ആർ ചൂസിങ് സമ്മൺ, ആ പേഴ്സൺ ഇപ്പോഴാണ് ഈ ആൾക്കാർ റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫോറസ്റ്റ്, ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ പറയണം. ഒരു സമയത്ത് അങ്ങനെയൊന്നും ഇല്ല. അതായത് പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരണം. അപ്പോൾ എൻ്റെ അമ്മയടുത്ത് അച്ഛനോട് ചോദിച്ചാൽ അവർ പറയണമെന്ന് വെച്ചാൽ മോനെ നീ കല്യാണം കഴിയും, അപ്പോൾ പ്രശ്നം ഉണ്ടാവും, പ്രശ്നം നീ അഡ്ജസ്റ്റഡ് ആവണം. സി എൻ്റെ മൈൻഡിൽ ഇത്രേ ഉള്ളൂ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇത്രേ ഉള്ളൂ. ഇഫ് യു ആർ 30, ഇഫ് യു ആർ 35, ഈവൻ ഇഫ് യു ആർ 40, ആ റിലേഷൻഷിപ്പോ മാരേജോ ആയാൽ വൈ യു ഹാവ് ടു ജസ്റ്റ് അഡ്ജസ്റ്റഡ് ടു പർട്ടിക്കുലർ പേഴ്സൺ. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഒരു മോശപ്പെട്ട രീതി പെരുമാറുക, റിലേഷൻഷിപ്പിൽ രീതി വരിക, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പേഴ്സണൽ അഡ്വൈസ് കൊടുക്കാറുണ്ട്. അവർക്ക് ഒരു ഇത്ര വലിയ അഡ്വൈസ് ആരുമല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയണം. അല്ലാതെ ഇപ്പം പറഞ്ഞ തെറാപ്പിസ്റ്റൊക്കെ പറയുമ്പോൾ ഈ തെറാപ്പിസ്റ്റാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സർട്ടിഫൈഡ് അല്ലാത്ത ആൾക്കാർ വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പറയാം അവളെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞേക്ക്,
ഇനി നിനക്ക് ഒരു പ്രശ്നം ഇനി അവിടെ കണ്ടാൽ പോലും മിണ്ടല്ലേ. ഇങ്ങനെ പറഞ്ഞ തെറാപ്പിസ്റ്റുകൾ എനിക്കറിയാം. സോ അത് ഞാൻ ഇന്നലെ കോൺഫിഡൻസ് ആ കൊച്ചു പറഞ്ഞ കേസാണ്. സോ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇങ്ങനെ റിലേഷൻഷിപ്പ് ആയിരുന്നു, ഒരു മാരേജ് ആയിരുന്നു, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കണമെങ്കിൽ പോലും അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിന്റ് നിങ്ങൾക്ക് ഒരു വയലൻസോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസോ വീട്ടുകാരോ വീട്ടമ്മ അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റോ നിങ്ങൾക്ക് രീതിയിൽ കിട്ടേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ആസ് എ മാൻ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ലൈഫിൽ കിട്ടിയേ പറ്റുള്ളൂ. ആസ് എ വുമൺ നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ എവിടെ കോംപ്രമൈസ് ആവുന്നു ആ സിറ്റുവേഷൻ വരുമ്പോൾ സംസാരിക്കുക. ഇനി സംസാരം ശരിയാവാൻ പറ്റാത്ത കാര്യം ഒരു കാലത്തും മുമ്പോട്ട് പോയില്ല. ഞാൻ എൻ്റെ ഓഫീസിലാണ് ഒരു കുട്ടിയോട് സംസാരിച്ചപ്പം ഷീ ഈസ് ഓൾസോ സഫറിങ് ഫ്രം ദ സെയിം തിങ്. അപ്പം അവർ പറഞ്ഞ ഡയലോഗുണ്ട്, നാളെ ഇവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആര് വരും എന്ന് അറിഞ്ഞുകൂടാ, ഇനി ഇവനെ പോലെ തന്നെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എടാ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, ഐ എം ഗെറ്റിംഗ് അഡ്ജസ്റ്റഡ്. ഐ തിങ്ക് ഷീസ് 24-25. 25 വയസ്സിൽ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അവർക്കൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ എനിക്കറിയാം 40 വയസ്സ്, അത് കഴിയുമ്പോൾ ഞാനും വീണു. അതുവരെ എനിക്ക് എൻജോയ് ചെയ്യാൻ ലൈഫിൽ പറ്റുള്ളൂ. 40 വയസ്സ് ഞാൻ എൻജോയ് ചെയ്യാൻ പോലെയാണ്. അത് റിലേഷൻഷിപ്പ് ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേർ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് പെണ്ണ് കിട്ടൂല. ഞാൻ അവിടുത്തെ പറഞ്ഞത് ഈ പെണ്ണ് കിട്ടൂല, മാരേജ് ചെയ്യുക, റിലേഷൻഷിപ്പ് അല്ല എൻ്റെ ഗോള്. എൻ്റെ ഗോള് പെണ്ണ് കിട്ടണം. എനിക്ക് എന്ത് വേണമെങ്കിലും പെണ്ണെ സെറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ പരിപാടി അതല്ല. പെണ്ണ് കിട്ടണതിനപ്പുറത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം വരുന്നത് അതേപോലെ ഏതൊരു വുമൺ ആയിരുന്നാലും മെന്നായിരുന്നാലും ഞാൻ ഒരിക്കലും ജെൻഡർ ഇക്വാളിറ്റി വിശ്വസിക്കാനുള്ള, അല്ലാതെ വുമണ് അടിപൊളി മെൻ ഇങ്ങനെ നല്ല ഒരിക്കലും പറയണം. പക്ഷേ ഞാൻ മെന്നാണെങ്കിൽ വുമണിനെ കുറിച്ച് പറയണം, എനിക്കറിയുള്ളൂ. അപ്പം ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രീം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഈ ആഗ്രഹം വർക്ക് ചെയ്യാൻ പറ്റണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്നിട്ടൊരാളെ ലൈഫിൽ വിളിച്ചുകൊണ്ട് പോവാ, നാളെ അവൻ പറയുമ്പോൾ ഞാൻ അത് കേൾക്കില്ല. കാരണം എനിക്കൊരു ജോലിയുണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഐ ക്യാൻ ടേക്ക് എ ഡിസിഷൻ ഇൻ മൈ ലൈഫ്. ഒരു ഡിസിഷൻ മേക്കറായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നാളെ എന്ത് ലൈഫ് നഷ്ടപ്പെട്ടാലും, ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിലും കുറേ കാര്യങ്ങൾ ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ റീഗെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ടു ബി പേഴ്സണലി പറഞ്ഞ എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ റിലേഷൻഷിപ്പിനൊക്കെ എനിക്ക് ഇത്ര പറയാൻ പറ്റണം. ബിക്കോസ് ഐ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് 11 years. 11 വർഷം റിലേഷൻഷിപ്പിലുള്ള ആളാണ്. 11 വർഷം ഐ വാസ് ഇൻ ദാറ്റ് ആൻഡ് ഷീ ലെഫ്റ്റ് മീ. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ലൈക്ക് സിൻസിയാരിറ്റി, ദർ ഇസ് നത്തിങ് ലൈക്ക് ലവ്. നാളെ ട്രസ്റ്റബിൾ ആയിട്ട് പേഴ്സണെ കാണുമ്പോഴത്തേക്ക് വൈ ഷുഡ് ഐ ടേക്ക് ഹെർ എന്നുള്ളതായിരിക്കും എൻ്റെ പെർസ്പെക്റ്റീവിൽ, എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നും. അപ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോഴേ എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് ഇവിടെ 3 വർഷം ഇവിടെ പോകടാന്ന് പറഞ്ഞു, ഐ ഡോണ്ട് ഫീൽ പോകടാ. അപ്പോൾ ഞാൻ ചിന്തിച്ചാണ്, നേരത്തെ പറഞ്ഞതാണ് ഫ്രം ദ സീറോ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ്, ഐ തിങ്ക് ദാറ്റ് സമ്മൺ വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഈവൻ ഇഫ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആഗ്രഹിച്ച ആൾ വരും. പക്ഷേ റിലേഷൻഷിപ്പിൽ പോയാലും നിങ്ങൾ മാരേജ് പോയാലും യുവർ ഫാമിലി സോ ഇമ്പോർട്ടൻറ്റ്. അച്ഛൻ, അമ്മ, വീട് നമ്മൾ ഉണ്ടാക്കിയത് ഇന്നും ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ മാത്രമേ കാണുകയുള്ളൂ, അവർ മാത്രമേ കൂടെ നിൽക്കുകയുള്ളൂ. അല്ല നമ്മൾ ഈ കാണുന്ന കുറേ ഫ്രണ്ട്സ്, എനിക്കുണ്ടായിരുന്നു ഫ്രണ്ട്സ് സർക്കിൾസ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒബ്വിയസ്ലി നല്ലൊരു കണക്ട് ചെയ്യുന്ന ആളാണ്, കുറേ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും വിശ്വസിച്ച് എന്ത് ആര് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണുള്ളൂ, എൻഡ് ഓഫ് ദ ഡേ ഞാൻ ചെയ്യുന്ന ആൾക്കാരെ കാണുള്ളൂ. അല്ലാതെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് എന്തെങ്കിലും കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് ആരും കൊണ്ട് തരില്ല. എൻ്റെ അന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണം. എൻ്റെ ഓരോ രൂപയും ഈച്ച് ആൻഡ് എവരി മണി വാസ് മേക്കിംഗ് മൈ മണി ഐ എം ഈസ് മേക്കിംഗ് മൈ ലൈഫ്. ഒബ്വിയസ്ലി ഞാൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എനിക്ക് പറഞ്ഞ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അല്ലാതെ ആവശ്യം വരുമ്പം ഇവരെ കാണുമെന്നുള്ളത് എനിക്കറിയത്തില്ല. സോ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ അഡ്ജസ്റ്റ് ആവാതിരിക്കുക ലൈഫിൽ. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ നിങ്ങൾ പോവുക, അടുത്തൊരാളെ കണ്ടുപിടിക്കുക. പ്രശ്നങ്ങൾ വരും, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ലൈഫിൽ ആരുമില്ല, എല്ലാവരും ഇംപെർഫെക്റ്റാണ്. പക്ഷേ അത് ഇംപെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണോ അതോ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ലൈഫ് വേണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ആശിഷിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ സൊസൈറ്റിയിൽ, ഇപ്പം കേരളത്തിലായാൽ തന്നെ ഒരുപാട് ബിസിനസ്, ഇപ്പം ഈ റീസെൻ്റ്ലി തന്നെ ട്രെൻഡിങ് ആയത് ബൺ മസ്ക്, അതുപോലത്തെ ഓരോരോ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇപ്പോൾ കൊറോണ ടൈമിലായി ഒരുപാട് ബേക്കേഴ്സ് വന്നു. അതുപോലെ ഭയങ്കരമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈക്ക് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന പുതിയ ബഡ്ഡിങ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്ത് ആശിഷിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ? ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രീ പേയ്മെൻറ്റ് ഓർഡേഴ്സ് മാത്രം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ. എന്ത് ചെയ്താലും COD കൊടുക്കൂല, പ്രീ പേയ്മെൻറ്റ് പറ്റണവർ വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിക്കായിരുന്നു. ബട്ട് ലിറ്ററലി 0 സെയിൽസ് ഉള്ള ഡേയ്സ് വരെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രീ പേയ്മെൻറ്റ് കളി നടക്കില്ല. ഇവിടെ ഒരു 90% ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഒരു ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ, ആൾക്കാർക്ക് അറിയില്ലാത്ത ബ്രാൻഡാണെങ്കിൽ 95% COD ഓർഡേഴ്സാണ് വരുള്ളൂ, ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സാണ് വരുള്ളൂ. പ്രീ പേയ്മെൻറ്റ് ഓർഡേഴ്സ് വളരെ കുറവായിരിക്കും. നമ്മൾ അത് പയ്യെ ഗ്രോത്ത് ചെയ്ത് അതിൻ്റെ നമ്മുടെ ട്രസ്റ്റ് ഓർ ക്രെഡിബിലിറ്റി വളർത്തി കഴിയുമ്പോഴാണ് നമുക്ക് പ്രീ പേയ്മെൻറ്റ് ഓർഡേഴ്സ് വരുള്ളൂ. മാത്രമല്ല ഒരുപാട് ഓഫേഴ്സും കൊടുക്കണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇ-കൊമേഴ്സ് ബിസിനസ് ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ടു ഒറിജിനാണ്. RTO ഓർഡേഴ്സ് വരും. കാരണം ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സ് ആൾക്കാർ റീല് കാണും, വീഡിയോ കാണും, പ്രൊഡക്റ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു, ഓർഡർ ചെയ്തു, സാധനം വരുമ്പോൾ ഇവർ കളക്ട് ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരുപാട് പെർസെൻറ്റേജ്
RTO വന്നാൽ നമ്മുടെ ബിസിനസ് നഷ്ടത്തിലായി പോകും. അപ്പോൾ മാക്സിമം നമ്മൾ RTOs എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് പഠിച്ചിട്ട്, റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഇ-കൊമേഴ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതൊരു മെയിൻ പ്രശ്നമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ വെബ്സൈറ്റ് വഴി ഓർഡേഴ്സ് ക്യാഷ് ഓൺ ഡെലിവറി വരും, ഒരുപാട് ഓർഡേഴ്സ് വരും. അതിൻ്റെ അകത്തൊരു 30-40% ചുമ്മാ സ്കാം ആയിരിക്കും. ചുമ്മാ ഓർഡർ ചെയ്ത് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള രീതിക്ക് ആൾക്കാർ ഓർഡർ ചെയ്യും. ചിലപ്പോൾ അവരുടെ കയ്യിൽ ഫിനാൻഷ്യലി അപ്പോൾ കാശ് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും റിട്ടേൺ വരിക. ചില ആൾക്കാർ ചുമ്മാ സ്പാമായിട്ട് ഇങ്ങനെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഓരോരോ ക്രൈറ്റീരിയാസ് വെക്കണം. OTP ജനറേറ്റ് ചെയ്തുകൊണ്ട് OTP അടിച്ചാൽ മാത്രം, അതായത് ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP അടിച്ചാൽ മാത്രം ഓർഡർ കൺഫേം ആവുക. അങ്ങനെ മെയിനായിട്ട് ചെയ്യുക. രണ്ടാമത് നമുക്ക് വരുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സ് എല്ലാം ഒന്നെങ്കിൽ വിളിച്ചല്ലേ വാട്സപ്പ് ത്രൂ രണ്ടാമത് കൺഫേം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുഞ്ഞു മക്കൾ ഫോൺസ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് കണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട്, അത് അവരുടെ പേരൻസ് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? നമ്മുടെ പ്രോഡക്റ്റ് നമ്മളിവിടുന്ന് ആളെ ഓർഡർ ചെയ്തെന്ന് വിചാരിച്ച് നമ്മളിവിടുന്ന് അയക്കും. അവിടെ ചെല്ലുമ്പോൾ അവരുടെ പേരൻസ് പറയും നമ്മളിത് ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ റിട്ടേൺ വരുമ്പോൾ നമുക്ക് അവിടെ പാക്കേജ് നഷ്ടം, കൊറിയർ ചാർജ് നഷ്ടം, ചിലപ്പോൾ തിരിച്ചു വരുന്ന പ്രോഡക്റ്റ് ഡാമേജും ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ഭയങ്കരമായിട്ട് ലോസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ RTO മര്യാദയ്ക്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നന്നായിട്ട് RTO മാനേജ് ചെയ്യാൻ നോക്കുക. ഓർഡേഴ്സിൻ്റെ അകത്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് എല്ലാവരെയും വിളിച്ച് COD ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഓർഡർ വിട്ടേക്കുക, ഡിസ്പാച്ച് ചെയ്യേണ്ട. കാരണം നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എന്തായാലും പോസ്റ്റ്മാനോ അല്ലെങ്കിൽ ഡെലിവറി ബോയ് വിളിക്കുമ്പോൾ എന്തായാലും എടുക്കാൻ പോകണില്ല. നമ്മളൊരു 3-4 ട്രൈസ് ചെയ്യുക, വാട്സപ്പിലും കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഓർഡേഴ്സ് ഒഴിവാക്കി വിടുക. അതങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് RTO മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്തായാലും ഇ-കൊമേഴ്സിൽ, ഇന്ത്യൻ ഇ-കൊമേഴ്സിൽ നിർത്തേണ്ടി വരും. പുറത്ത് പ്രീപേയ്മെൻറ്റ് ഓർഡേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. പുറത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രീപേയ്മെൻറ്റ് ഓർഡേഴ്സ് ആക്കാൻ നോക്കുക കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അതിന് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുക. ആൾക്കാർക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജോ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, കുറച്ച് റിവ്യൂസൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് വെക്കുക ഹൈലൈറ്റിൽ. മാത്രമല്ല മോണിറ്റൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മോണിറ്റൈസേഷൻ നോക്കിയിട്ട് നമ്മൾ പെയ്ഡ് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് ആ ബ്ലൂടിക്ക് കാണുമ്പോൾ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്കാംസ് നടക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ മെയിനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി പ്രിഫർ ചെയ്യാൻ കാരണം. അപ്പോൾ മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിന്ന് പ്രീപേയ്മെൻറ്റിലേക്ക് ഓർഡർ കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടികളെല്ലാം നമ്മൾ ചെയ്യണം. ഹൈലി ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെബ്സൈറ്റ് പ്രൊഡക്റ്റ് പേജ് ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് വെബ്സൈറ്റിൽ തന്നെ പ്രൊഡക്റ്റ് റിവ്യൂസ് കൊടുക്കുക, കസ്റ്റമേഴ്സിൻ്റെ റിയൽ ലൈഫ് റിവ്യൂസ് കൊടുക്കുക. UGC കോണ്ടൻറ്റ് കുറേ പുഷ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ. അങ്ങനെ ചെയ്ത് മാക്സിമം. മാത്രമല്ല പ്രീപേയ്മെൻറ്റ് ഓർഡേഴ്സിന് നല്ല രീതിക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു എക്സ്ട്രാ 50 rupees ഡിസ്കൗണ്ട് പ്ലസ് ഫ്രീ ഡെലിവറി ഒക്കെ ചെയ്താൽ ജെൻസി പിള്ളേരും അതുപോലെ ഒരു ബിലോ 35 ഏജുള്ള ആൾക്കാരൊക്കെ കൂടുതലും പ്രീപേയ്മെൻറ്റ് ചൂസ് ചെയ്യും. ഇത്ര ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടല്ലോ, ഇത്ര പ്രൈസ് കുറച്ച് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് മാക്സിമം COD വരാനുള്ള ഓർഡേഴ്സ് കൺവേർട്ട് ചെയ്ത് പ്രീപേയ്മെൻറ്റ് ആക്കുക. COD വന്ന ഓർഡേഴ്സിൻ്റെ RTOs കുറയ്ക്കാനുള്ള മെഷേഴ്സ് ചെയ്യിക്കുക. ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇ-കൊമേഴ്സിൽ. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും കോമ്പറ്റീഷൻ നിറഞ്ഞ ഈ ഫീൽഡിൽ ലൈക്ക് രണ്ടുപേരും ലൈക്ക് ഒരു പോയിന്റിൽ നിന്ന്, ഒരു 0 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇത്രയും ഗ്രോത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഇതിൽ പല സ്ട്രഗിൾസ് നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി മുൻപോട്ട് നന്നായിട്ട് ലൈക്ക് രോഹിലിൻ്റെ അക്കൗണ്ട് സസ്പെൻഡായി, പക്ഷെ എന്നാലും ആ ഒരു ഇത് തളരാതെ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ വിശ്വസും ഞങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നു. സോ താങ്ക് യു ഫോർ ജോയിനിങ് us. താങ്ക് യു.